Welcome to IAS Factor. This is Arjun R. Shankar. നമ്മുടെ റീസ്റ്റാർട്ട് 60 ഡേയ്സ് പ്രിലിംസിന് മുന്നേ നമ്മുടെ റിവിഷൻ സീരീസ് ആണ്. ഇന്ന് എക്കണോമി വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇറ്റ്സ് ആ ഫസ്റ്റ് എക്കണോമിയുടെ ആദ്യത്തെ കോണ്ടന്റ് ആണ് ഇന്ന് ഒഫീഷ്യലി. സോ നമുക്ക് മറ്റതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളോട് ഡിസ്കസ് ചെയ്യാം. സോ എക്കണോമി പഠിക്കുന്ന സമയത്തും ഒരുപാട് ആസ്പിറൻസിന് എനിക്ക് തോന്നുന്നു ഒരു ലാർജ് നമ്പർ ഓഫ് ആൾക്കാർക്ക് എക്കണോമി മനസ്സിലാവുന്നേ ഇല്ല, അല്ലെങ്കിൽ എന്താണ് എക്കണോമിയുടെ ബേസിക് കോണ്ടന്റ് എന്ന് പലപ്പോഴും മനസ്സിലാവാറില്ല. സോ നമ്മൾ പ്രിലിംസിന് വേണ്ടി പഠിക്കുമ്പോൾ അതിനകത്തുനിന്ന് ഏറ്റവും ബെയർ മിനിമം എന്തൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ളത് വളരെ ക്ലീൻ ആയിട്ട് നമുക്ക് മനസ്സിലാവണം. സോ ഇന്ന് എക്കണോമിയെ കുറിച്ചിട്ടുള്ള ബാക്കിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇന്ന് മൈക്രോ എക്കണോമി, മാക്രോ എക്കണോമിയിൽ എന്ത് സ്ട്രാറ്റജിയാണ് നമ്മൾ എക്കോണമിക്ക് വേണ്ടി കൊണ്ടുപോകേണ്ടെന്നുള്ളൊരു സംഭവം നമുക്ക് ഇതിനകത്ത് പെട്ടെന്ന് മനസ്സിലാവണം. സോ യെസ്, ലെറ്റ്സ് ഗോ ടു സ്റ്റാർട്ട് ദ സെഷൻ. ആൻഡ് മീൻ വൈൽ ഫ്രീ മെൻറ്ററിങ് വേണമെങ്കിൽ ട്രിവാൻഡ്രം നമ്മുടെ ഓഫ്ലൈൻ സെൻറ്ററിൽ വരാം. ആൻഡ് നമ്മുടെ ഈ മുഴുവൻ റീസ്റ്റാർട്ട് 60 കോഴ്സിനെ കുറിച്ചിട്ട് നോക്കുക. അതിന് മുഴുവൻ ഡീറ്റെയിൽസ് ഇതിനകത്തുണ്ട്. അതേപോലെ തന്നെ ഓഫ്ലൈനായിട്ട് വന്നും ഇതിൻ്റെ എക്സാംസും കാര്യങ്ങളൊക്കെ എഴുതാം. ആൻഡ് ഡൗൺലോഡ് അവർ ആപ്പ് ടു വാച്ച് ദ ക്ലാസ്സസ്. ആൻഡ് നമ്മുടെ ടെലിഗ്രാം ചാനലും വാട്സാപ്പ് ചാനലും കൂടെ ഫോളോ ചെയ്യാൻ നോക്കുക. ക്വസ്റ്റ്യൻസ് എല്ലാം ഇതേപോലെ സോൾവ് ചെയ്യാൻ നോക്കുക. സോ ദാറ്റ്സ് ഇറ്റ്. ആൻഡ് എക്കോണമി ബേസിക്സ് എന്താണ് നമ്മുടെ ഇന്നത്തെ സ്ട്രാറ്റജി എന്നുള്ളത് വി നീഡ് ടു ഹാവ് എ വെരി ക്ലിയർ കട്ട് ഐഡിയ. സോ അതിൽ ലെറ്റ്സ് ഹാവ് എൻ ഐഡിയ. ഇപ്പോൾ എക്കണോമി എന്ന് പറയുമ്പോൾ നമുക്ക് പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ, ഇപ്പം നമ്മൾ ഒരു പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം, നമുക്ക് പ്രധാനമായിട്ടും വരുന്നത് മാക്രോ എക്കണോമിയാണ്. മാക്രോ എക്കണോമി തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. കാരണം യു ഷുഡ് നോ, എക്കണോമി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എക്കണോമിക്സ് പഠിക്കാനില്ല. കാരണം എക്കണോമിക്സിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. വി ഹാവ് എ ലോട്ട് ഓഫ് സിലബസ് ടു കംപ്ലീറ്റ്. പക്ഷേ സിവിൽ സർവീസ് പെർസ്പെക്റ്റീവിൽ ഓർത്ത് വെക്കുക, മാക്രോ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഇതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നല്ല ക്ലാരിറ്റി ഉണ്ടാവണം. അതേപോലെ തന്നെ ഒരു കുറച്ച് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ തന്നെ മൈക്രോ എക്കണോമിക്സ്, മാക്രോ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ മൈക്രോ എക്കണോമി മാക്രോ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നൊക്കെ ഉള്ളത് നോക്കാം. പക്ഷേ മൈക്രോൻ്റെ കുറച്ച് കോൺസെപ്റ്റ്സ് ഉണ്ട്. നമുക്ക് ഇതെല്ലാം എവ്രിതിങ് എക്കണോമിക്സ് മൈനസ് തിയറീസ് ആണ്. നമ്മുടെ MA എക്കണോമിക്സിനും അല്ലെങ്കിൽ BA എക്കണോമിക്സിനൊക്കെ പഠിക്കുന്ന ഒരുപാട് എക്കണോമി നമ്മൾ പഠിക്കുന്ന തിയറീസ് ഉണ്ട്. ഈ തിയറികളെല്ലാം സബ്ട്രാക്ട് ചെയ്തുകൊണ്ടാണ് നമ്മുടെ സിവിൽ സർവീസിനകത്ത് വരുന്നത്. ഒരുപാട് തിയറിയും കാര്യങ്ങളൊന്നും ഇവിടെ ചോദിക്കാറില്ല. സോ ദർ ഇസ് എ ബിഗ് ലിമിറ്റേഷൻ ഓഫ് ഹൗ ദി എക്സാം ആൻഡ് ഹൗ ദ കണ്ടന്റ്സ് ആർ ബീങ് ആസ്ഡ്. സോ ദർ ഇസ് എ ലിമിറ്റേഷൻ ടു ദാറ്റ്. ആൻഡ് അതൊഴികെ മൈക്രോ കുറച്ച് വരാറുണ്ട്. യു നീഡ് ടു ഹാവ് സം ക്ലാരിറ്റി അബൌട്ട് മാക്രോ എക്കണോമി ഓൾസോ. അതേപോലെ ബാക്കി വരുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യം ഇന്ത്യൻ എക്കോണമിയാണ്. ഇന്ത്യൻ എക്കോണമി എങ്ങനെ ഗ്രോ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് തന്നെയാണ് സിവിൽ സർവീസിൻ്റെ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ ഇതിൽ മാക്രോയും ഇന്ത്യൻ എക്കോണമിയാണ് ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ റിവിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതെല്ലാം ബേസിക്കലി കവർ ചെയ്യുന്ന രീതിയിലാവണം ഇത് മുന്നോട്ട് പോകേണ്ടത്. സോ ഒബ്വിയസ്ലി മാക്രോ എന്ന് പറയുമ്പോൾ കുറച്ചധികം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. പക്ഷേ ഇന്നത്തെ സെഷനിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് പറയുമ്പോൾ ഈ പൊതുവേ നമ്മൾ ഇന്നത്തെ സെഷൻ ഒരു എക്കണോമിയുടെ ഫസ്റ്റ് സെഷൻ ആയതുകൊണ്ട് ഞാനൊരു ഇൻട്രൊഡക്ടറി രീതിയിൽ വെച്ചു എന്നേ ഉള്ളൂ. കാരണം ഇനി അങ്ങോട്ടടുത്ത് നമ്മുടെ സ്പീഡ് കൂട്ടേണ്ടതായിട്ടുണ്ട്. ആൻഡ് ലെറ്റ് മീ ഓൾസോ റിമൈൻഡ് യു വൺ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. നമ്മളിപ്പോൾ പഠിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ജസ്റ്റ് എ റിവിഷൻ. നിങ്ങൾക്കൊരു ബേസിക് ലെവൽ ഇപ്പോൾ ഓൾറെഡി ഒരു ലെയർ അറിയാം, അല്ലെങ്കിൽ 1-2 ലെയർ നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ ഏകദേശം കേട്ടിട്ടുണ്ടെങ്കിലും മോർ ദൻ എനഫ്. അതിൻ്റെ മുകളിലാണ് ഞാൻ റിവൈസിങ് സെഷൻസ് വെക്കുന്നത്. നമുക്ക് മുന്നോട്ട് പോകുന്തോറും എല്ലാ കോൺസെപ്റ്റും ക്ലാസ് പോലെ പഠിക്കാനുള്ളൊരു സമയം ചിലപ്പോൾ കാണില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് റിവിഷൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഐ എം ഓൾവേസ് അണ്ടർസ്റ്റാൻഡ്, ഹാവിങ് എൻ അനാലിസിസ് ഇൻ ദ സെൻസ് ഒരു അസംഷൻ വെക്കുകയാണ്, നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം എന്നുള്ളൊരു അസംഷനിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതെന്ന് റാൻഡംലി ഒന്ന് ഓടിച്ച് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ മൈക്രോ മാക്രോയുടെ ഡിഫറൻസ് എന്താണെന്ന് പഠിക്കണം. അതിൻ്റെ ബേസിക് വ്യത്യാസങ്ങൾ, ബേസിക് ആയിട്ട് എന്താണ് മൈക്രോ എക്കണോമിക്സ്, എന്താണ് വാട്ട് ഈസ് മാക്രോ എക്കണോമിക്സ്, വാട്ട് ഈസ് അൾട്ടിമേറ്റ്ലി ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദാറ്റ്. അതേപോലെ ഇന്നത്തെ സെഷനിൽ കൂടുതലും മൈക്രോ കോൺസെപ്റ്റ്സ് ഞാൻ കുറച്ച് വെക്കുന്നുണ്ട്. കാരണം മൈക്രോ നമ്മൾ പലപ്പോഴും വിട്ടുകളയാണ് ചെയ്യുന്നത്. കാരണം നമ്മളിത് പലപ്പോഴും പഠിക്കുമ്പോൾ മാക്രോ GDP വെച്ച് നമുക്ക് അങ്ങ് തുടങ്ങാം. ഫസ്റ്റ് ക്ലാസ് നമുക്ക് GDP വെച്ച് നാഷണൽ ഇൻകം വെച്ച് തുടങ്ങും, അല്ലെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ മണി, ബാങ്കിങ്, ഇൻഫ്ലേഷൻ അങ്ങനെ അങ്ങ് കയറി പോകാൻ നമ്മൾ വിചാരിക്കും. പക്ഷേ പലപ്പോഴും മൈക്രോ എക്കണോമിക്സ് നമ്മൾ വിട്ടു പോവാണ് പതിവ്. അതുകൊണ്ടാണ് ഇന്നത്തെ സെഷൻ മാൻഡേറ്ററി ആയിട്ട് മൈക്രോ എക്കണോമിക്സിലെ കുറച്ച് മേജർ കോൺസെപ്റ്റുകൾ PYQ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള രീതിയിൽ ഹാവ് എൻ അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ മൈക്രോ മാക്രോയുടെ വ്യത്യാസങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. ആൻഡ് ഓൾസോ വാട്ട് യു മീൻ ബൈ സെൻട്രൽ പ്രോബ്ലം ഓഫ് എൻ എക്കോണമി. എന്താണ് സെൻട്രൽ പ്രോബ്ലം ഓഫ് എക്കോണമി എന്ന് വിളിക്കുന്ന പ്രധാനപ്പെട്ട പ്രോബ്ലംസിൻ്റെ പേരെന്താണ്,
ആൻഡ് വാട്ട് ഇസ് ദ കോൺസെപ്റ്റ് ഓഫ് PPF, പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി. ഈ ഗ്രാഫും കാര്യങ്ങളൊന്നും കണ്ട് പേടിക്കൊന്നും വേണ്ട, ഇത് വളരെ സിമ്പിൾ ആണ്. എന്താണ് ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്ന് വിളിക്കുന്നത്, എന്തിനാണ് അത് വിളിക്കുന്നത്? അപ്പോൾ അതിനെക്കുറിച്ച് 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ആൻഡ് വാട്ട് ഇസ് എ സെൻട്രലി പ്ലാൻഡ് എക്കോണമി? വാട്ട് ഡു യു മീൻ ബൈ സെൻട്രലി പ്ലാൻഡ് എക്കോണമി? മാർക്കറ്റ് എക്കോണമി ബേസ്ഡ് എന്താണ്, ലേസസ് ഫെയർ എന്ന് പറയുന്ന പോലെ. ആൻഡ് വാട്ട് ഡു യു മീൻ ബൈ മിക്സഡ് എക്കോണമി, എന്താണ് ഇന്ത്യ ഫോളോ ചെയ്യുന്ന പോലെ. വാട്ട് ഇസ്, ഇതും ചില കാര്യങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ പോസിറ്റീവ് എക്കണോമിക്സ് ആൻഡ് നോർമേറ്റീവ് എക്കണോമിക്സിന്റെ വ്യത്യാസം എന്താണ്? ആൻഡ് ഓൾസോ വാട്ട് യു മീൻ ബൈ യൂട്ടിലിറ്റി, വാട്ട് യു മീൻ ബൈ ടോട്ടൽ യൂട്ടിലിറ്റി, ഇതൊക്കെ എക്സാമ്പിൾസ് വെച്ചിട്ട് ഞാൻ സിമ്പിൾ ആക്കി വെച്ചിട്ടുണ്ട്. മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, അതിൻ്റെയൊക്കെ എക്സാമ്പിൾസും. ദ ലോ ഓഫ്, എന്തുകൊണ്ടാണ് ഡിമാൻഡ് കർവ് താഴേക്ക് പോകുന്നത്? വൈ ഡു യു തിങ്ക് ദ ഡിമാൻഡ് കർവ് ഓൾസോ ഓൾവേസ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ടുള്ള കാരണം എന്താണ്? അതിന്റെ എക്സാമ്പിൾസും കാര്യങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്? എന്താണ് ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്? ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നുണ്ട്. വാട്ട് ഡു യു മീൻ ബൈ ഇൻഡിഫറൻസ് കർവ് എന്താണ്? ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ, വാട്ട് ഇസ് MRS, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ്? അതിന്റെ ഒരു എക്സ്പ്ലനേഷനും. ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ് കോണ്ടന്റ് ഹിയർ, മോണോട്ടോണിക് പ്രിഫറൻസ്. എന്താണ് ഈ മോണോട്ടോണിക് പ്രിഫറൻസ് എന്ന് പറയുന്നത്? അതിനെക്കുറിച്ചിട്ടുള്ള 2-3 എക്സാമ്പിൾസ് നമ്മൾ കാണാറുണ്ട്, ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ PYQ ആണ്. ഇൻഫീരിയർ ഗുഡ്സ് എന്താണ്, ഗിഫൻ ഗുഡ്സ് എന്താണ്, അതേപോലെ തന്നെ എന്താണ് ഗിഫൻ ഗുഡ്സിന്റെ എക്സാമ്പിൾസ്, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്, അതേപോലെ കോംപ്ലിമെന്ററി ഗുഡ്സ്. വാട്ട് യു മീൻ ബൈ വെബ്ലൻ എഫക്ട്? എന്താണ് ഈ വെബ്ലൻ എഫക്ട് എന്ന് പറയുന്നത്? ആൻഡ് വാട്ട് യു മീൻ ബൈ സ്പെക്യുലേറ്റീവ് എഫക്ട്? സോ ഇങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഇത് നമ്മൾ എല്ലാം അവിടെ ഇവിടെ വായിച്ചിട്ടുണ്ട്. ഞാൻ GDP GNP വെച്ച്, നാഷണൽ ഇൻകം വെച്ച് അല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. മൈക്രോ എക്കണോമിക്സ് നമ്മൾ സാധാരണ വിട്ടിട്ട് പോവാ പതിവ്. അപ്പൊ മൈക്രോ എക്കണോമിക്സിന്റെ കുറച്ച് കോൺസെപ്റ്റ്സ് നിങ്ങളെ ഒന്ന് പഠിപ്പിച്ചതിന് ശേഷം ഒന്ന് ക്ലാരിറ്റി തന്നതിന് ശേഷം നമ്മൾ റിവൈസ് ചെയ്ത് പോകും. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും ഇതൊക്കെ നമ്മൾ വിട്ടിട്ടാണ് പരീക്ഷയ്ക്ക് പോകുന്നത്. സോ വാട്ട് ഇഫ് ഇപ്രാവശ്യത്തെ പരീക്ഷ എക്കണോമിക് പേപ്പർ ആണ്, യു ഗെറ്റ് മാക്സിമം ക്വസ്റ്റ്യൻസ് ഫ്രം എക്കണോമി, നല്ലതല്ലേ? അപ്പോൾ നമുക്ക് അതിന്റെ ഒരു ബേസിക് കാര്യങ്ങളോടെ വി ഷുഡ് ഹാവ് എൻ ഐഡിയ റിഗാർഡിംഗ് ദിസ്. ഓക്കെ, സോ ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ഹിയർ. നമുക്ക് ഫസ്റ്റ് പോയിന്റിലേക്ക് അത് തിരിച്ചു വരും. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏതൊക്കെ പോയിന്റ്സ് ആണെന്നുള്ളത്. ഓക്കെ, സോ ഇതിൽ നമ്മൾ മൊത്തം ബാക്കിലേക്ക് പോയെന്ന് തോന്നുന്നു. സോ നോ പ്രോബ്ലം, വിൽ കം ബാക്ക് അഗൈൻ. നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ട് വിൽ ആക്ച്വലി ഗോ ഹെഡ്. ഇന്ന് നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അപ്പോൾ കോൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് മിനിമം ബേസിക്സ്. അതിൽ എന്താണ് മൈക്രോ എക്കണോമിക്സ്, മൈക്രോ എക്കണോമിക്സ് തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിക്കുന്നത്. പലപ്പോഴും നമ്മൾ ഇന്ന് ഇതിനെക്കുറിച്ചിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കും ഇതിനെക്കുറിച്ചിട്ട്. അപ്പോൾ ഇതിന്റെ ബേസിക് വ്യത്യാസങ്ങൾ മനസ്സിലാക്കി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, മൈക്രോ മാക്രോ എന്ന് വിളിക്കുമ്പോൾ തന്നെ ആ വാക്കിൽ തന്നെ ഉണ്ട്. മാക്രോ മൈക്രോ എന്നൊക്കെ പറയുമ്പോൾ ആ വാക്കുകളിൽ തന്നെ അതിന്റെ വ്യത്യാസമുണ്ട്. ഒന്ന് മൈക്രോ എന്ന് പറയുമ്പോൾ തന്നെ ഒരു മൈക്രോ ലെവലിലാണ്. സാധാരണ നമ്മൾ പറയത്തില്ല ഒരു മൈക്രോ ലെവലിലും മറ്റൊരു വലിയ മാക്രോ ലെവലിലാണെന്നല്ലേ. ഒന്ന് ഒരു സാധാരണ ലെവലിലും ഒന്നൊരു നാഷണൽ ലെവലിലൊക്കെ ആണെന്ന് പറയുന്ന അതേ ഫീലിലാണ് ഇത് മനസ്സിലാക്കിയാൽ മതി. മൈക്രോ ലെവൽ മീൻസ് ഇൻഡിവിജ്വൽ ലെവൽസിലായിരിക്കും. പ്രൈസ് ഓഫ് എ ഗുഡ്, ഒരു ചെറിയ ഗുഡിനെ കുറിച്ചിട്ടൊക്കെ ആയിരിക്കും ഇവിടെ നമുക്ക് കമ്പയർ ചെയ്ത് പോകാം. മൈക്രോ സാധാരണ ഒരു ഇൻഡിവിജ്വൽ മാർക്കറ്റ്, ദാറ്റ് ഈസ് ദ GDP, ദ ഹോൾ എക്കോണമി ആസ് സച്ച്. ഇവിടെ പ്രൈസ് ഓഫ് എ ഗുഡ്, അവിടെ ഇൻഫ്ലേഷൻ, ജനറൽ പ്രൈസ് ലെവൽ. എങ്ങനെയാണ് ജനറൽ പ്രൈസ് ലെവൽ? ഇവിടെ ഇല്ല ഇൻഡിവിജ്വൽ എംപ്ലോയ്മെന്റ്, അൺഎംപ്ലോയ്മെന്റ്, ഇൻഡിവിജ്വൽ കൺസ്യൂമർ ബിഹേവിയർ, അഗ്രിഗേറ്റ് ഡിമാൻഡ്, സപ്ലൈ ഓഫ് ഗുഡ്, പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഓഫ് എൻ എക്കോണമി. അപ്പോൾ ഇതിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം മനസ്സിലാവും. മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ കൂടുതലും ഇൻഡിവിജ്വൽസ് ആണ്, പേഴ്സൺ, ഹൗസ് ഹോൾഡ്, സിംഗിൾ കമ്പനി, അങ്ങനെയൊക്കെയാണ്. സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഓഫ് പെർട്ടിക്കുലർ ഗുഡ്സ്. സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ മാർക്കറ്റിൽ പറയുന്ന, നിങ്ങൾക്ക് ഇത് കോൺസെപ്റ്റ് അറിയാമെങ്കിലും നമ്മൾ എന്താണ് ഒരു ഗുഡിന്റെ സപ്ലൈ, ഒരു ഗുഡിന്റെ ഡിമാൻഡ്. ഇപ്പോൾ ഒരു ബിസ്ക്കറ്റ്, എക്സ് എന്ന് പറയുന്ന ഒരു ബിസ്ക്കറ്റ്, അതിന് ഡിമാൻഡ് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുക. വളരെ ട്രെൻഡിങ് ബിസ്ക്കറ്റാണ്. ഇപ്പോൾ പ്രധാനമായിട്ടും ഇപ്പോൾ നമ്മൾ പറയത്തില്ല കിൻഡർ ജോയ്, കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവം. അതിന്റെ പ്രൈസ് ഭയങ്കര ഹൈ ആ, പക്ഷെ എന്നാൽ ആൾക്കാർ അത് വാങ്ങിക്കൊണ്ടേയിരിക്കും. അതെന്താ? ആൾക്കാർക്ക് ഇഷ്ടമാണ്. അപ്പോൾ പ്രൈസ് അവർക്ക് ഒരു പ്രോബ്ലം അല്ല. ദാറ്റ് ഈസ് നോട്ട് എ പ്രോബ്ലം അറ്റ് ഓൾ. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഇതെല്ലാം വൈ ആപ്പിൾ പ്രൈസസ് അറ്റ് 80,000, ഇതെല്ലാം ഒരു ഇൻഡിവിജ്വൽ ലെവലിലാണ് മൈക്രോ എക്കണോമി എന്ന് പറയുന്നത്. മാക്രോ എക്കണോമി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് കൺട്രീസ് ഇൻകം, ഇൻഫ്ലേഷൻ, അൺഎംപ്ലോയ്മെന്റ്, GDP, നാഷണൽ ഇൻകം, ഇൻഫ്ലേഷൻ, റിസഷൻ. ഇറ്റ്സ് എ ഹോൾ, ഇറ്റ്സ് അറ്റ് എ ലാർജർ ലെവൽ. അതാണ് അവിടെ കൂടുതലും നമുക്ക് കാണാൻ പറ്റുക. പിന്നെ യൂണിയൻ ബഡ്ജറ്റ്, ഇന്ത്യയുടെ GDP എന്താ 7%. മാക്രോ എക്കണോമി ഗിവ്സ് യു എ ബിഗ് പിക്ചർ. മൈക്രോ എക്കണോമി ഫോക്കസസ് ഓൺ ദ സ്മോൾ ഫൈനർ ഡീറ്റെയിൽസ്. ആ വ്യത്യാസം കറക്റ്റായിട്ട് ഓർത്ത് വെക്കുക. സംഭവം നമുക്ക് അറിയാനൊക്കെ തോന്നും, പക്ഷെ പെട്ടെന്നൊരു ക്വസ്റ്റ്യൻ തിരിച്ചു മറിച്ചും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡിഫിക്കൽട്ടിയിലാകാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട, ഇത് നിങ്ങളുടെ NCERT തന്നെ എടുത്തിരിക്കുന്നതാണ്. നമ്മുടെ പൊതുവെ
മൈക്രോ NCERT ഭയങ്കര ഡിഫിക്കൽട്ട് ആണെന്ന് പറയും, ഒന്നും വായിച്ചാൽ മനസ്സിലാവില്ല. അതായത് ഒരു വളരെയധികം സത്യമാണ് അത്. സത്യം പറഞ്ഞാൽ ആ NCERT എനിക്ക് എന്താണെന്ന് അറിയില്ല, ഭയങ്കര ബോറായിട്ടാണ് അത് എഴുതിയിരിക്കുന്നത്. ഒട്ടും അത് ഒരു എൻജോയ് ചെയ്ത് വായിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ പാരഗ്രാഫിൽ എഴുതി വെച്ചിട്ടുണ്ട്. സോ അതിനൊന്ന് ബ്രേക്ക് ഔട്ട് ചെയ്യാം നമുക്ക്. സോ ഇതിൽ പറയുന്ന പ്രധാന ഒരു കോൺസെപ്റ്റ് ഉണ്ട്, എന്താണ് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ എക്കോണമി. സോ വൈ ഡു എക്കണോമിക് പ്രോബ്ലംസ് അറൈവ് എന്ന് പറയുമ്പോൾ എക്കണോമിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ എപ്പോഴും ഓർക്കുന്ന ലിമിറ്റഡ് റിസോഴ്സസ് ആണ് നമ്മൾ എപ്പോഴും പറയുന്നത്. ഓർത്ത് വയ്ക്കുക, ലിമിറ്റഡ് റിസോഴ്സസേ ഉള്ളൂ ഈ ഭൂമിയിൽ. ആൾക്കാരുടെ ഡിമാൻഡ് അൺലിമിറ്റഡ് ആണ്. ആൻഡ് ബിക്കോസ് ഓഫ് ദിസ് സ്കാർസിറ്റി വി മസ്റ്റ് മേക്ക് ചോയ്സസ്, വി കനോട്ട് ഹാവ് എവറിഥിങ്. സോ ആദ്യം എക്കണോമിക് പ്രോബ്ലം എന്ന് പറയുന്നത് ഹൗ ടു യൂസ് ലിമിറ്റഡ് റിസോഴ്സസ് എന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അൺലിമിറ്റഡ് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, റിസോഴ്സസ് എല്ലാം കുറവല്ലേ. നമുക്കൊരു ഈ ലോകത്തും ഭൂമിയിലൊക്കെ ഉള്ള റിസോഴ്സസ് കുറവാണ്, പക്ഷെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ എല്ലാ ഡിമാൻഡും ഈ റിസോഴ്സസ് വെച്ച് മീറ്റ് ചെയ്യാം ഇസ് ഈക്വൽ ടു പറ്റും. ഇത്ര റിസോഴ്സസേ ഉള്ളൂ, പക്ഷെ ഡിമാൻഡ് ഇത്രയും വലുതാണ്. അപ്പൊ ഇത്രയും ചെറുതും വലുതും നോക്കുമ്പോൾ ഇത്രയും ചെറിയ റിസോഴ്സ് വെച്ച് ഇത്രയും വലിയ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ പറ്റില്ല. ഓബ്വിയസ്ലി ദർ ഇസ് സംതിങ് കോൾഡ് ചോയ്സ്. നമ്മൾ നമ്മുടെ ചോയ്സ് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി മനസ്സിലാക്കേണ്ടത്. സോ നോ അബൌട്ട് ദിസ്. ഇന്നത്തെ സെഷൻ ഞാൻ പറഞ്ഞല്ലോ, മൈക്രോ എക്കണോമിയിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് കോണ്ടന്റ് ആണത്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളൊന്ന് റിവൈസ് ചെയ്ത് എടുത്തോളൂ. അടുത്തത് NCERT നിങ്ങൾ എത്രത്തോളം വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, എന്നാലും നമുക്കൊന്ന് അതാണ് ഞാൻ ഡിസ്കസ് ചെയ്ത് പോകുന്നത് പെട്ടെന്ന്. കാരണം ഇത് എനിക്ക് വേണമെങ്കിൽ ഇതേ ടൈം കൊണ്ട് വേണമെങ്കിൽ GDP, GNP, മണി, ബാങ്കിങ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാം. പക്ഷെ ഇത് മാത്രം ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഓക്കെ, വാട്ട് ടു പ്രൊഡ്യൂസ്, വാട്ട് ഗുഡ്സ് ആൻഡ് സർവീസസ് ഷുഡ് ബി പ്രൊഡ്യൂസ്, ഏത് ക്വാണ്ടിറ്റിയിൽ ഷുഡ് ബി പ്രൊഡ്യൂസ്, മോർ ഫുഡ് ഓർ മോർ ക്ലോത്ത്സ്, മോർ ലക്ഷറി ഗുഡ്സ് ഓർ ബേസിക് നീഡ്സ്, എഡ്യൂക്കേഷൻ ഓർ മിലിറ്ററി, എന്ത് കോമ്പിനേഷനിലാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ഒരു എക്കോണമിയുടെ പ്രോബ്ലം ആയിട്ടാണ് കണക്കാക്കുന്നത്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കിതിൽ കാണാം. ആദ്യം എങ്ങനെയാണ് നമ്മൾ റിസോഴ്സ് ഉപയോഗിക്കുന്നത് എന്നുള്ള ചോദ്യം. 2 ചോയ്സ് ഉപയോഗിക്കണം എന്ന് പറഞ്ഞു, ഏത് ക്വാണ്ടിറ്റിയിൽ, ഫുഡ് വേണോ, ക്ലോത്ത് വേണോ, ബേസിക് നീഡ്സ് വേണോ, എഡ്യൂക്കേഷൻ വേണോ, മിലിറ്ററി വേണോ എന്നൊക്കെ പറയുന്ന കോമ്പിനേഷൻ ഇവിടെ വർക്ക്ഔട്ട് ചെയ്യേണ്ടി വരും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കംസ് ഹൗ ടു പ്രൊഡ്യൂസ്. ആദ്യം എന്താണ് വേണ്ടെന്ന് തീരുമാനിക്കണം. യൂസ് മോർ ലേബർ ഓർ മോർ മെഷീൻ, use traditional or modern technology in India with large labor force. Labor intensive methods may be better. In developed countries, capital intensive. കാരണം ഇത് കണ്ടോ, 2 എക്കോണമിയുടെ എക്സാമ്പിൾ ആണ് പറയുന്നത്. ലേബർ ഫോഴ്സ് കൂടുതലുള്ള ആൾക്കാർ, അപ്പൊ അവിടെ ഭയങ്കര ലേബറാണ്. ലേബർ എന്ന് പറഞ്ഞാൽ അത്രയും ആൾക്കാരുണ്ട്. 1 ലക്ഷം ആൾക്കാർ വർക്ക് ചെയ്യാറുണ്ട്. മെഷീൻസ് എന്ന് പറയുന്നത് വളരെ കുറവേ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഈ മെഷീൻസിനെ വിശ്വസിച്ച് വർക്ക് ചെയ്യുന്നതിനെക്കാട്ടും എഫിഷ്യൻറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ ആൾക്കാരെ വിശ്വസിച്ച് വർക്ക് ചെയ്യാണ്. ഇനി വളരെ ഡെവലപ്ഡ് രാജ്യങ്ങളിൽ ആൾക്കാരില്ല, അവിടെ പോപ്പുലേഷൻ വളരെ കുറവാണ്, പക്ഷെ മെഷീൻസ് ഇഷ്ടം പോലെ ഉണ്ട്, ലേറ്റസ്റ്റ് അപ്ഗ്രേഡഡ് മെഷീൻസ്. അപ്പൊ അവര് മെഷീൻ ബേസ്ഡ് ആയിട്ട് കൂടുതൽ വർക്ക് ചെയ്യുമ്പോൾ എത്രത്തോളം ആൾക്കാരെ കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം കുറയ്ക്കും. സോ ഹൗ ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇസ് ഓൾസോ എ പാർട്ട് ഓഫ് ദ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ എക്കോണമിയുടെ ഭാഗമാണ്. പിന്നെ ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, ഹൗ വിൽ ദ പ്രൊഡ്യൂസ് ഗുഡ്സ് ബി ഡിസ്ട്രിബ്യൂട്ടഡ്, ഹൂ ഗെറ്റ്സ് മോർ, ഹൂ ഗെറ്റ്സ് ലെസ്, ഷുഡ് എവറി വൺ ഗെറ്റ് ബേസിക് എഡ്യൂക്കേഷൻ, ഷുഡ് ദർ ബി എ മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ആർക്ക് വേണ്ടിയാണെന്നുള്ളത്. ഇതിനകത്തൊരു ചെറിയ വെൽഫെയർ ആസ്പെക്റ്റും കൂടെ ഉണ്ട്. ഇതെല്ലാം എക്കോണമിയിലെ പ്രോബ്ലംസ് ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. സോ ഇതാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത വാട്ട് ഈസ് ദ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ എക്കോണമി എന്ന് പറയുമ്പോൾ ഈ 3 സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ എക്കോണമി ആയിട്ട് നമുക്ക് കാണാൻ പറ്റുക. ഇനി അടുത്തത് എന്താണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കുമ്പോഴും നമുക്കൊരു കാര്യം, ഇനിയിപ്പോൾ ഇന്ത്യൻ എക്കോണമി പഠിക്കുമ്പോൾ നമ്മൾ കുറേ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിലെ കുറച്ച് കോൺസെപ്റ്റ്സ് ഉണ്ട്, അതും കൂടെ പഠിക്കാനുണ്ട് നമ്മൾ. വി ഷുഡ് ഓൾസോ ഹാവ് എൻ ഐഡിയ ഓൺ ദാറ്റ് കോൺസെപ്റ്റ് ടു. സോ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഉണ്ടോ ഒരു പോസിബിലിറ്റി ഫ്രോണ്ടിയർ. പോസിബിലിറ്റി എന്ന് പറയുന്നൊരു വാക്കുണ്ട്. സോ ജസ്റ്റ് ലൈക്ക് ഇൻഡിവിജ്വൽസ്, എക്കോണമി ഓൾസോ ഫേസ് സ്കാർസിറ്റി. ദർ ആർ മെനി വേസ് ടു യൂസ് ദ സെയിം ലിമിറ്റഡ് റിസോഴ്സസ് ടു പ്രൊഡ്യൂസ് ഡിഫറെന്റ് ഗുഡ്സ്. ഫോർ എക്സാമ്പിൾ, മനുഷ്യന് നമുക്ക് റിസോഴ്സസ് സ്കാർസിറ്റി ഇല്ലേ, നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല. നമുക്ക് ആകെ 10,000 രൂപ വരുമാനമേ ഉള്ളൂ. നമുക്ക് 1 ലക്ഷം രൂപയുടെ ആഗ്രഹങ്ങൾ ഉണ്ടായിട്ട് കാര്യമില്ല, അത് വാങ്ങിക്കാൻ പറ്റില്ല. അപ്പോൾ 10,000 രൂപയ്ക്ക് ചെലവാക്കാൻ, ഒരു മാസം ചെലവാക്കാൻ നമുക്ക് 10,000 രൂപയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ആ 10,000 രൂപയ്ക്ക് കൊള്ളുന്ന സാധനങ്ങളെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. മറ്റു ചെലവുകൾ പോയി 10,000 rupees ആണ് എൻ്റെ സ്പെൻഡിങ് കപ്പാസിറ്റി ഈ മാസം. അതിലപ്പോൾ 90,000 രൂപ ഞാൻ മാറ്റി വെക്കേണ്ടി വരും. 90,000 രൂപ 90,000 rupees ഞാൻ പ്ലാൻ ചെയ്ത് അതിനകത്ത് നിന്ന് ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എടുക്കേണ്ടി വരും. സോ ദിസ് ഇസ് a kind of a possibility that is actually available with the people. So we can use steel to make either trains or weapons. കണ്ടോ, ഇതൊരു ഓപ്ഷൻ ആണ്. അതാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി എന്ന് പറയുമ്പോൾ. ദാറ്റ് ഇസ് എ പോസിബിലിറ്റി ദാറ്റ് എക്സിസ്റ്റ്. Either you can make a train, either you can make steel,
ഓർ യു കെൻ മേക്ക് വെപ്പൻസ്. ഏത് വേണം എന്ന് തീരുമാനിക്കേണ്ട റിസോഴ്സ് സെറ്റ് ഒന്നേ ഉള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് ഫാക്ടറിയും കാര്യങ്ങൾ ഇത്ര റിസോഴ്സസേ ഉള്ളൂ. ഇതിനകത്തുനിന്ന് എന്ത് വേണോ ഉണ്ടാക്കാം. ട്രെയിൻ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം, സ്റ്റീൽ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം, വെപ്പൻസ് ഉണ്ടെങ്കിൽ ഉണ്ടാക്കാം. അപ്പൊ എന്താണ്, നമുക്കിതെല്ലാം കൂടെ ഒരുമിച്ച് ഉണ്ടാക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം സ്കെയർസ് ആണെന്ന് പറഞ്ഞ പോലെ നമുക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ല. എല്ലായിടത്തും ലിമിറ്റഡ് കപ്പാസിറ്റി ഉള്ളൂ. ഈ സാലറിയുടെ കാര്യം ഓർത്ത് വെച്ചാൽ മതി. സോ ഓൾ ദ പോസിബിൾ കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് ക്യാൻ ബി മെയ്ഡ് വിത്ത് അവൈലബിൾ റിസോഴ്സ് ആൻഡ് ടെക്നോളജിയാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ്. നമുക്ക് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു കപ്പാസിറ്റിയുടെ മാക്സിമം ഇത്രയേ ഉള്ളൂ. അതിനകത്ത് നിന്ന് ഏത് കോമ്പിനേഷൻ ഉണ്ടാക്കാം. സ്റ്റീൽ ഉണ്ടാക്കണോ, വെപ്പൻ ഉണ്ടാക്കണോ, ഏത് വേണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്, അത് ചോയ്സ് ആണ്. സോ പ്രൊഡക്ഷൻ പോസിബിലിറ്റി എന്ന് പറയുമ്പോൾ ഇതിൽ കണ്ടോ, കോണും കോട്ടനുമാണ് ഉണ്ടാക്കണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നത്. സോ കോണും കോട്ടനുമാണ് രണ്ടും ഉണ്ടാക്കുന്നത്. NCERT കിടക്കുന്ന ഇതൊരു എക്സാമ്പിൾ ആണ്. സോ കോണും കോട്ടനുമാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. സോ ഇതിനകത്തുള്ള റിസോഴ്സസ് കോൺസ്റ്റന്റ്, റിസോഴ്സസ് എല്ലാം ഇത്രേ ഉള്ളൂ, ഇത്രേ പറ്റുള്ളൂ നമുക്ക് ഉണ്ടാക്കാൻ. So if more of the scarce resources are used in the production of corn, less resources are available for the production of cotton. അതായത് നമ്മൾ കോട്ടൺ കൂടുതൽ ഉണ്ടാക്കിയാൽ, ഇപ്പൊ ഈ പറയുന്ന ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിൽ, ഇത്രയേ ഉള്ളൂ നമ്മുടെ കപ്പാസിറ്റി. ഇതിനകത്തുനിന്ന് 100 വരെ ഉണ്ടാക്കാം എന്ന് വിചാരിക്കാം, 100 വരെ ഉണ്ടാക്കാം. നമ്മൾ കോട്ടൺ എടുത്ത് 90 ഉണ്ടാക്കിയ 90, അതായത് കോട്ടൺ വെച്ച് 90 ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ കോട്ടൺ വെച്ച് 90 ഉണ്ടാക്കിയാൽ പിന്നെ കോൺ വെച്ച് 10 ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കാരണം 100 ആണ് കപ്പാസിറ്റി. 90 നമ്മൾ കോട്ടൺ ഉണ്ടാക്കി, എനിക്ക് കോണും 90 വേണമെന്ന് പറഞ്ഞാൽ നമ്മുടെ കപ്പാസിറ്റിയിൽ അത് പറ്റില്ല. സോ ഇതിനകത്തുനിന്ന് ദർ ഇസ് ഓൾവേസ് വാട്ട് ഇസ് കോൾഡ്, ഇവിടെയാണ് അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം, ദിസ് ബ്രിങ്സ് ദ കോൺസെപ്റ്റ് ഓഫ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് എൻ അഡീഷണൽ യൂണിറ്റ്. ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ എക്കോണമിയിൽ വന്നാൽ നമ്മൾ പൊതുവേ വീണ് പോകും. അതുകൊണ്ടാണ് ഈ ഏരിയ ഞാൻ കുറച്ച് ഡെപ്തിൽ ഒന്ന് ഡിസ്കഷൻ ആയിട്ട് കൊണ്ടുപോകുന്നത്. അടുത്ത സെഷനിൽ ഇനിയിപ്പോൾ നിങ്ങൾ സ്പീഡ് കുറഞ്ഞെന്ന് വിചാരിക്കേണ്ട, ഇതൊക്കെ ഒന്ന് അറിയില്ലെങ്കിൽ ഓർത്ത് വെക്കുക. സോ കോട്ടനും കോണും, അപ്പൊ 100 മാക്സിമം ലിമിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇഷ്ടമാണ് എത്ര എണ്ണം ഉണ്ടാക്കണം എന്നുള്ളത്. സോ ദർ ഇസ് ഓൾവേസ് എ കോസ്റ്റ് ഓഫ് ഹാവിംഗ് എ ലിറ്റിൽ മോർ ഓഫ് വൺ ഗുഡ് ഇൻ ടേംസ് ഓഫ് ദി എമൗണ്ട് ഓഫ് അതർ ഗുഡ് which has to be foregone. This is known as the opportunity cost of an additional unit of the goods. Every economy has to choose one of the many possibilities. ഈ കോട്ടൺ കോൺ എക്സാമ്പിൾ ഓർത്താൽ മതി. നമുക്ക് സാധാരണ വേണമെങ്കിൽ 50 ഉണ്ടാക്കാം, ഈക്വൽ ആയിട്ട് ഉണ്ടാക്കാന്ന് വിചാരിക്കും. പക്ഷെ നമുക്ക് കോട്ടൺ 50 ഒരു 80 വേണമെങ്കിൽ നമ്മളൊരു എക്സ്ട്രാ 30 എടുത്തത്. 50 ഒരു എക്സ്ട്രാ 30 കൂടെ എടുത്തു. അപ്പൊ ഈ 50 ഇവിടെ മാറി, ഇവിടെ വെറും 20 മാറി. അപ്പൊ ഏതെങ്കിലും ഒന്ന് കൂട്ടോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് സം ഓഫ് ദ ഗുഡ് ഹാസ് ടു ബി ഫോർഗോൺ. ഏതെങ്കിലുമൊക്കെ ഒന്ന് വേണ്ടെന്ന് വെക്കേണ്ടി വരും. ഇത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് ആണ്. ഇതാണ് കോട്ടൺ ആൻഡ് കോൺ എക്സാമ്പിൾ വെച്ചിരിക്കുന്നത്. കോട്ടൺ വൈ ആക്സിസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന എ എന്ന പോയിന്റിൽ ഓൾ റിസോഴ്സസ് ആർ യൂസ് ടു പ്രൊഡ്യൂസ് കോട്ടൺ. എ എന്ന പോയിന്റിൽ നോക്കുകയാണെങ്കിൽ മുഴുവൻ കോട്ടൺ ആണ് ഉണ്ടാക്കാൻ പറ്റുക. അതേപോലെ ഇ എന്ന പോയിന്റ് നോക്കുകയാണെങ്കിൽ മൊത്തം കോൺ ആയിരിക്കും. BCD എന്ന് പറയുന്ന പോയിന്റിൽ നമുക്ക് കോട്ടനും കോണും രണ്ടും ഉണ്ടാക്കാം. ഏത് വേണം തീരുമാനിക്കാം. എ വേണോ, ഇ വേണോ, BCD വേണോ എന്നുള്ളത് തീരുമാനിക്കാം. സോ ഓൾ ദ കോമ്പിനേഷൻ ഓഫ് A to E ഷോസ്. അപ്പൊ ഇത് നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ ഏതാണ് വേണ്ടതെന്നുള്ളത് നമ്മൾ ആലോചിച്ച് തീരുമാനിക്കുക. അത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, പ്രൊഡക്ഷൻ പോസിബിലിറ്റി എന്ന് ഓർത്തോ. എനി പോയിന്റ് ഇൻസൈഡ് ദ കർവ്, ഇതിനകത്ത് വരുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് അണ്ടർ യൂട്ടിലൈസേഷൻ ആണ്. അങ്ങനെ നമ്മൾ വേണ്ടത്ര രീതിയിൽ ഉപയോഗിക്കുന്നില്ല. എനി പോയിന്റ് ഓൺ ദ കർവ്, ഇതേപോലെ ഓൺ ദ കർവിൽ വരികയാണ്, ഇറ്റ്സ് ഓൺ ദ കർവ്, ഇറ്റ് ഈസ് എഫിഷ്യന്റ് യൂസ്, വളരെ എഫിഷ്യന്റ് ആണ്. ഇനി ഇതിനപ്പുറത്തേക്ക് പോയി എന്ന് വിചാരിച്ചു പ്രൊഡക്ഷൻ, ഔട്ട്സൈഡ് ദ കർവ് നോട്ട് പോസിബിൾ ബിക്കോസ് അത്രയും റിസോഴ്സസ് ഇല്ല. അപ്പോൾ ഇവിടെ പോയ അണ്ടർ യൂട്ടിലൈസേഷൻ, ഇവിടെ ആണെങ്കിൽ എഫിഷ്യന്റ് ആയിട്ടുള്ള ലൈൻ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത്രയും റിസോഴ്സസ് നമ്മുടെ കയ്യിൽ ഇല്ല എന്നുള്ളത് ഓർത്ത് വെച്ചോ. സോ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കാര്യങ്ങളെല്ലാം, പ്രൊഡക്ഷൻ പോസിബിലിറ്റി, വാട്ട് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, പ്രൊഡക്ഷൻ പോസിബിലിറ്റി, കോൺ ആൻഡ് ആ എക്സാമ്പിൾ ഓർത്ത് വെക്കുക കേട്ടോ. ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം സെൻട്രലി പ്ലാൻഡ് എക്കോണമി. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. സോ ഞാൻ അതിനകത്തൊരു ചെറിയ റിവിഷൻ പോയിന്റ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഓൾ ഇമ്പോർട്ടന്റ് എക്കണോമിക് ഡിസിഷൻസ്, ഈ സെൻട്രലി പ്ലാൻഡ് എക്കോണമി എന്ന് പറയുമ്പോൾ ഈ സെൻട്രലി എന്ന വാക്ക് ഓർത്ത് വെച്ചാൽ മതി. നമ്മൾ പോളിറ്റിയിലൊക്കെ പറയുന്ന പോലെ, യൂണിറ്ററി സിസ്റ്റം, ഫെഡറൽ സിസ്റ്റം എന്നൊക്കെ പറയുന്ന പോലെ, ഓൾ ഇമ്പോർട്ടന്റ് ഡിസിഷൻസ് how are made by the government or the central authority. Individual choices are limited എന്നുള്ളതും കൂടെ ഇതിനകത്ത് ഓർത്ത് വെക്കുക. ഗവൺമെന്റ് കൺട്രോൾസ് എവറിഥിങ്. പ്രൊഡക്ഷൻ കാര്യങ്ങൾ, സോഷ്യൽ വെൽഫെയർ, ഫെയർ ഡിസ്ട്രിബ്യൂഷൻ, എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, എഡ്യൂക്കേഷൻ വേണോ, ഹെൽത്ത് വേണോ, ആൾക്കാർ പാവമാണെങ്കിൽ എല്ലാം കംപ്ലീറ്റ് ഗവൺമെന്റ് ആണ് തീരുമാനിക്കുന്നത്. ചൈന ഫോർ മോസ്റ്റ് ഓഫ് ദ 20th century വാസ് ലൈക്ക് ദിസ്. ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഫോളോ ദിസ്. നമ്മുടെ 5-year പ്ലാനിലൂടെ നമ്മൾ ഇതാണ് ഫോളോ ചെയ്തത്. അപ്പോൾ
ഗവൺമെന്റ് മൊത്തം ആരാണ് ഭരിക്കേണ്ടത്? ഗവൺമെന്റ് എല്ലാ തീരുമാനങ്ങളും എടുത്ത സെൻട്രലി പ്ലാൻഡ് എക്കോണമി ആണെന്നുള്ളൊരു എക്സാമ്പിൾ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. വാട്ട് ഈസ് മാർക്കറ്റ് എക്കോണമി? മാർക്കറ്റിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, ഡിപ്പെൻഡൻസി ഈസ് കംപ്ലീറ്റ്ലി ഓൺ ദ മാർക്കറ്റ്. മാർക്കറ്റ് ഡിപ്പെൻഡ് ആയിട്ടിരിക്കുന്ന എക്കോണമിനെയാണ് നമ്മൾ മാർക്കറ്റ് എക്കോണമി എന്ന് വിളിക്കുന്നത്. എക്കണോമിക് ഡിസിഷൻസ് ആർ മെയ്ഡ് ബൈ ഇൻഡിവിജ്വൽസ് ഓർ ബിസിനസ്സസ്, നോട്ട് ബൈ ദ ഗവൺമെന്റ്. ഗവൺമെന്റ് അല്ല തീരുമാനം എടുക്കുന്നത്, മറിച്ച് ബിസിനസ് ഹൗസസും ഇൻഡിവിജ്വൽസും തീരുമാനങ്ങൾ എടുത്ത മാർക്കറ്റ് എക്കോണമി ആവും. മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ പ്ലേസ് അല്ല, ഇറ്റ്സ് എൻ അറേഞ്ച്മെന്റ് വെയർ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഫ്രീലി ഇന്ററാക്ട്. മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് പോയി നിന്നും ഒരു മാർക്കറ്റ് ആണെന്നല്ല, എല്ലാവരും കൂടെ ചേർന്ന് വരുന്ന ബയേഴ്സും സെല്ലേഴ്സും ഇന്ററാക്ട് ചെയ്യുന്ന ഒരു സ്ഥലം. അത് ഡിജിറ്റൽ ആവാം, എവിടെ വേണോ ആവാം. ഇവിടെ പ്രൈസിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാം തീരുമാനിക്കുന്നത്. അതായത് ഡിമാൻഡ് കൂടി, ഡിമാൻഡ് റൈസസ്, പ്രൈസ് ഇൻക്രീസസ്, പ്രൊഡ്യൂസസ്, ഒബ്വിയസ്ലി ഡിമാൻഡ് ഇൻക്രീസസ്. ഇപ്പോൾ പണ്ട് 100 രൂപയ്ക്ക് വിറ്റിരുന്ന ഒരു സാധനം, 100 രൂപയ്ക്ക് വിറ്റിരുന്ന ഒരു ചോക്ലേറ്റ് ഇപ്പൊ പതുക്കെ പെട്ടെന്ന് വില കുറച്ച് ഇപ്പൊ അതിന് 60 രൂപയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും പ്രൈസ് ഡെഫിനറ്റ്ലി ഇത് ഡിമാൻഡ് കൂടി ഭയങ്കരമായി ഡിമാൻഡ് കൂടി എന്ന് വിചാരിക്കാം. ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ്, ഡിമാൻഡ് കൂടി, പ്രൈസ് ഇൻക്രീസ് ചെയ്തു, പ്രൊഡക്റ്റ്. സോ ഈ പ്രൈസ് ഇൻക്രീസ്, ഡിമാൻഡ് ഇൻക്രീസ്, സപ്ലൈ ഡിക്രീസ് എന്നൊക്കെ പറയുന്ന ഈ പ്രൈസ് കൂടുകയും കുറയും, സപ്ലൈ കൂടുകയും കുറയുകയും ചെയ്യുന്ന സംഭവങ്ങളിൽ നിന്നും തനിയാണ് ദ കോർഡിനേഷൻ ഹാപ്പൻസ് ത്രൂ പ്രൈസ് സിഗ്നൽസ്, നോട്ട് സെൻട്രൽ ഓർഡേഴ്സ്. സെൻട്രൽ ഗവൺമെന്റോ അല്ലെങ്കിൽ തീരുമാനിക്കുന്ന പോലെ എന്നല്ല, തനിയെ ഉണ്ടാകുമ്പോൾ ആ പ്രൈസ് മാർക്കറ്റ് എക്കോണമിയിൽ വരും. എല്ലാം മാർക്കറ്റ് ബേസ്ഡ് ആണെന്നുള്ള പോയിന്റ് മാർക്കറ്റ് എക്കോണമിയിൽ പ്രത്യേകം ഓർത്ത് വെക്കുക. സോ സപ്പോസ് ഡിമാൻഡ് ഫോർ മൊബൈൽ ഫോൺ ഇൻക്രീസസ്, മൊബൈൽ ഫോണിന്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തെന്ന് വിചാരിക്കുക. പ്രൈസ് റൈസസ്, പ്രൊഡ്യൂസേഴ്സ് നോട്ടീസ്, ദേ പ്രൊഡ്യൂസ് മോർ ഫോൺസ്. പ്രൈസ് കൂടുകയോ കുറയോ, ഇത് നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ, അത് കൂടുകയോ കുറയോ ചെയ്യുന്നതെല്ലാം പ്രൈസിന് അനുസരിച്ചിട്ടിരിക്കും എന്നുള്ള പോയിന്റ് മനസ്സിലാക്കാം. ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം പെട്ടെന്ന് ഓടിച്ചു പോവാം. മിക്സഡ് എക്കോണമി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എന്താണ്? കോമ്പിനേഷൻ ഓഫ് ബോത്ത് ഗവൺമെന്റ് ആൻഡ് മാർക്കറ്റ് ബേസ്ഡ് ഡിസിഷൻ, രണ്ടും ഉണ്ട്. ഇന്ത്യ പോലത്തെ രാജ്യങ്ങളിൽ മാർക്കറ്റ് ഹാൻഡിൽസ് മോസ്റ്റ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി, ഗവൺമെന്റ് ഇന്റർവീൻസ് ലൈക്ക് പോവർട്ടി, എഡ്യൂക്കേഷൻ, ഹെൽത്ത് എക്സെട്ര. സോ ഇവിടെ എന്താന്ന് വെച്ചാൽ ഗവൺമെന്റും ഉണ്ട്, മാർക്കറ്റും ഉണ്ട്. രണ്ടുപേരും കൂടെ ചേർന്ന് വരുമ്പോഴാണ് മിക്സഡ് എക്കോണമിയുടെ ഒരു പ്രധാനപ്പെട്ട സംഭവം ആവുന്നത്. ഇന്ത്യ ഇസ് എ വെരി ഗുഡ് എക്സാമ്പിൾ. ഇന്ത്യ യൂസ് ടു ബി എ ഗുഡ് മിക്സഡ് എക്കോണമി, നല്ലൊരു മിക്സഡ് എക്കോണമി അല്ലേ. അമേരിക്ക ഇസ് മാർക്കറ്റ് ഹെവി ബട്ട് സ്റ്റിൽ ഹാസ് ഗവൺമെന്റ് ഇൻവോൾവ്മെന്റ്. സോ ഈ മറ്റേ മാർക്കറ്റ് എക്കോണമിയുടെ എക്സാമ്പിൾ എപ്പോഴും അമേരിക്കയാണെന്ന് മാത്രം, അമേരിക്കയിൽ ഗവൺമെന്റ് ഇല്ല എന്ന് വിചാരിക്കരുത്. മാർക്കറ്റ് ഫോഴ്സസ് മാത്രമല്ല, ഇറ്റ്സ് മാർക്കറ്റ് ഹെവി ബട്ട് ഗവൺമെന്റ് കൺട്രോൾ ഉണ്ടെങ്കിലും മാർക്കറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നതാണ് എല്ലാം എന്നുള്ളതും കൂടെ അവിടെ ഓർത്ത് വെക്കുക. സോ നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ഏരിയ NCERT എന്നുള്ളത് എന്താണ് പോസിറ്റീവ് എക്കണോമിക്സ്, നോർമേറ്റീവ് എക്കണോമിക്സ് എന്ന് ഒരു ചെറിയ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് നല്ലൊരു ക്ലാരിറ്റി ഉണ്ടാവണം. ഇറ്റ് എക്സ്പ്ലെയിൻസ് ഹൗ തിങ്സ് ആക്ച്വലി വർക്ക് ഇൻ ദി എക്കോണമി ബേസ്ഡ് ഓൺ ഫാക്ട്സ് ആൻഡ് നോ ഒപ്പീനിയൻസ്. ഇതാണ് പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. എല്ലാം എങ്ങനെ എക്കോണമിയിൽ ഇത് ഫംഗ്ഷൻ ആയി എന്നുള്ളത് പറയുകയാണ്. ഫാക്ട്സും ഒപ്പീനിയൻസിനും ഫാക്ട്സിനെ ബേസ് ചെയ്തിട്ടാണ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഒപ്പീനിയൻ അല്ല എന്നുള്ളതാണ് പോയിന്റ്. ബേസ്ഡ് ഓൺ ഫാക്ട്സ്. If demand increases, if demand increases, price rises. What is happening? Why is it happening? എന്നൊക്കെ പറയുന്ന സ്റ്റേറ്റ്മെന്റുകളാണ് നമുക്ക് ഇവിടെ കൂടുതലും മനസ്സിലാക്കേണ്ടത്. സോ അത് ഫാക്ട്സിനെ ബേസ് ചെയ്തിട്ടാണ് പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇനി അപ്പുറത്തെ സൈഡിൽ നോർമേറ്റീവ് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഇത് കൂടുതലും വാല്യൂ ജഡ്ജ്മെന്റ്സ് ആണ്, ലൈക്ക് ഇൻക്ലൂഡ്സ് ഒപ്പീനിയൻ ഓർ മോറൽ വ്യൂ പോയിന്റ്സ് ആണ്. ദ ഗവൺമെന്റ് ഷുഡ് പ്രൊവൈഡ് ഫ്രീ എഡ്യൂക്കേഷൻ. അങ്ങനത്തെ ഒരു മോറൽ വാല്യൂ ജഡ്ജ്മെന്റ്സ് ആണ് നോർമേറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. സോ മനസ്സിലാക്കി വെക്കുക. ആദ്യത്തത് പോസിറ്റീവ് എപ്പോഴും ഫാക്ട് ബേസ്ഡ് ആണ്. ഇങ്ങനെ പ്രൈസ് കൂടുന്നു, ഡിമാൻഡ് കുറയുന്നു, കൂടുന്നു, ഫാക്ട് ബേസ്ഡ് ആണ്. ഇത് ഗവൺമെന്റ് അങ്ങനെ ചെയ്യണം. മോറൽ, ഇറ്റ്സ് ബേസിക്കലി വാല്യൂ ജഡ്ജ്മെന്റ് ആൻഡ് ഇറ്റ് ഇസ് മോറൽ വ്യൂ പോയിന്റ്സ്, മോറൽ ജഡ്ജ്മെന്റ്സ് ഒക്കെയാണ് ഈ നോർമേറ്റീവ് എക്കണോമിക്സിൽ എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും ഓർത്ത് വെക്കുക, നോർമേറ്റീവ് എക്കണോമിക്സും പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിലിംസിന് ചോദിച്ചാലും നമുക്ക് അറിയണം എന്താണ് യൂട്ടിലിറ്റി. ഇനി ആ ഒരു കോൺസെപ്റ്റോടെ മനസ്സിലാക്കാം. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദ വേർഡ് യൂട്ടിലിറ്റി? യൂട്ടിലിറ്റി മീൻസ് ദ സാറ്റിസ്ഫാക്ഷൻ എ പേഴ്സൺ ഗെറ്റ്സ് ഫ്രം യൂസിങ് എ ഗുഡ് ഓർ സർവീസ്. നമുക്കൊരു സന്തോഷം ഉണ്ടായി. സേ ഇഫ് യു റിയലി വോണ്ട് സംതിങ് ലൈക്ക് ചോക്ലേറ്റ്, ഇറ്റ് ഗിവ്സ് യു ഹൈ യൂട്ടിലിറ്റി. യൂട്ടിലിറ്റി ചേഞ്ചസ് ഫ്രം പേഴ്സൺ. ഇത് ഭയങ്കര സബ്ജക്റ്റീവ് ആണ്. അതിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ആ റൂം ഹീറ്റർ ഗിവ്സ് ഹൈ യൂട്ടിലിറ്റി ഇൻ ലഡാക്ക് ബട്ട് നോട്ട് ഇൻ ചെന്നൈ. ശരിയല്ലേ? ഇപ്പൊ യൂട്ടിലിറ്റി ഭയങ്കര സബ്ജക്റ്റീവ് ആണെന്ന് പറയുന്ന കാര്യമാണ്. അത് അയാൾക്ക് ഭയങ്കര ഹാപ്പിനെസ് കിട്ടണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം കറക്റ്റ് എക്സാമ്പിൾ അല്ല, ലഡാക്കിൽ ഭയങ്കര തണുപ്പാണ്.
നമുക്ക് ചൂടുവെള്ളത്തിൽ കുടിക്കാനും കുളിക്കാനും എന്നൊക്കെ പറയുന്ന ഒരു സന്തോഷമുള്ള കാര്യമാണ്. സോ അവിടെ ഹൈ യൂട്ടിലിറ്റി ആണ്. പക്ഷെ ചെന്നൈയിൽ ഭയങ്കര ചൂട്. ഇനിയിപ്പോൾ ചെന്നൈ മാത്രം എന്താ, കേരളത്തിൽ ഈ ഭയങ്കര ചൂടുള്ള സമയത്ത് 40 ഡിഗ്രീസ് ഒക്കെ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തിനാ വാട്ടർ ഹീറ്റർ? തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ സന്തോഷം. സോ ദാറ്റ് ഈസ് യൂട്ടിലിറ്റി. ആ യൂട്ടിലിറ്റി ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ് വാക്കാണ്. ആ വാക്ക് ഓർത്ത് വെക്കുക. ആൻഡ് ദ നെക്സ്റ്റ് കോൺസെപ്റ്റ് ഇസ് TU, ടോട്ടൽ യൂട്ടിലിറ്റി. It is the total satisfaction from consuming a certain amount of good. Say, if you eat 4 bananas, ഞാൻ ഒരു ബനാന ഈറ്റ് ചെയ്തു, ഓക്കെ, രണ്ടാമത്തതും കഴിച്ചു, ഓക്കെ, മൂന്നാമത്തതും കഴിച്ചു, ഓക്കെ, നാലാമത്തെ ബനാന കഴിച്ചിരിക്കുകയാണ്. സോ എനിക്ക് ഏകദേശം ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ 4 ബനാന കഴിച്ചു. നിങ്ങൾക്കും തോന്നാറില്ലേ ചില സമയത്ത് ഹോട്ടലിൽ പോയി നിങ്ങൾ എന്തെങ്കിലും ഫുഡ് കഴിക്കുമ്പോൾ, ബിരിയാണി കഴിക്കുകയാണെങ്കിൽ ഒരു ബിരിയാണി കഴിച്ചുമ്പോൾ നിങ്ങൾക്ക് തോന്നില്ലേ ഒന്നുകൂടെ എനിക്ക് പൂർണ്ണമായി തൃപ്തിയായിട്ടില്ല, ടോട്ടൽ യൂട്ടിലിറ്റി വന്നിട്ടില്ല? യൂട്ടിലിറ്റി ഉണ്ടായി, ബിക്കോസ് ബിരിയാണി ആഗ്രഹിച്ചു വന്നു, ബിരിയാണി കിട്ടി, പഴം ആഗ്രഹിച്ചു, പഴം കിട്ടി, പക്ഷേ മുഴുവൻ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് തോന്നിയിട്ടില്ലേ? അപ്പോൾ ഒരു ബിരിയാണിയും കൂടെ, 1.5 ബിരിയാണിയും കൂടെ വേണമെങ്കിൽ ഹാഫും കൂടെ ചേർത്ത് പറഞ്ഞാൽ അപ്പോൾ ഞാൻ ഓക്കെയാണ്, കാരണം ഞാൻ ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടി. ദർ ഇസ് എ പോയിന്റ്. അപ്പോൾ 4 പഴം കഴിച്ചപ്പോൾ എനിക്ക് ഓക്കെ ആയി, ടോട്ടൽ യൂട്ടിലിറ്റി കിട്ടി എന്നുള്ള കോൺസെപ്റ്റ് മനസ്സിലാക്കാം. ഇനി അടുത്ത കോൺസെപ്റ്റ് എന്ന് പറയുന്നത് മാർജിനൽ യൂട്ടിലിറ്റി ആണ്. ഇതേ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ദ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന കോൺസെപ്റ്റും കൂടെ പഠിക്കുന്നത്. അതും ഞാൻ ഈ പറയുന്നത് എക്കണോമിക്സ് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ വീഡിയോ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ഇത് കവറേജ് വൈസ് യൂട്ടിലിറ്റി ഉണ്ട്, ഈ ടോപ്പിക്കിന് യൂട്ടിലിറ്റി ഉണ്ട്, ടോട്ടൽ യൂട്ടിലിറ്റി. കാരണം ഇത് പ്രിലിംസിന് പൊതുവെ ചോദിക്കും, പക്ഷെ നമുക്ക് ഇതിനെക്കുറിച്ച് അറിവില്ല, നമ്മളിത് വായിക്കാറില്ല, മാക്രോ മാത്രമേ പഠിക്കുള്ളൂ. സോ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ എക്സ്ട്രാ സാറ്റിസ്ഫാക്ഷൻ ഫ്രം കൺസ്യൂമിങ് 1 more യൂണിറ്റ്. ഇഫ് യു ഫീൽ, അപ്പൊ 4 ബനാന കഴിച്ചു, 1, 2, 3, 4 ബനാന കഴിച്ചിരിക്കുകയാണ്, 4 ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടി. You feel only a little more satisfaction after eating the 5th banana, that is, വേണമെങ്കിൽ 5ാമത്തത് കഴിക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. 4 ഞാൻ ടോട്ടൽ ഞാൻ ഓക്കെയാണ്, പക്ഷെ 5ാമത് ഒന്നുകൂടെ കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചും കൂടെ സന്തോഷം കിട്ടി. സോ MU, marginal utility, is the change in satisfaction when you go from 1 unit to the next. Like I said, like I'm drawing here 1, 2, 3, 4, 5. How you shift from 1, 2, 3, 4, 5? It is another satisfaction level എന്ന് ഓർത്ത് വെക്കുക. ഇറ്റ് യൂഷ്വലി ഗെറ്റ് സ്മോളർ ആസ് യു കൺസ്യൂം മോർ. അത് ശരിയല്ല, അതാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. സോ നമ്മളിത് കണ്ടില്ലേ, ഫസ്റ്റ് സിപ്പ് ഓഫ് വാട്ടർ, നല്ല ദാഹിച്ചിരിക്കുകയാണ്, ആദ്യത്തെ ഗ്ലാസ് കുടിച്ചപ്പോൾ സ്വർഗം കിട്ടി, രണ്ടാമത്തേതായപ്പോൾ ഒന്ന് ഓക്കെ ആയി, മൂന്നാമത്തെ ഗ്ലാസ് ആയപ്പോൾ നമ്മളൊന്ന് സന്തോഷമായി, അല്ലെങ്കിൽ 4ാമത്തേതും കൂടെ കുടിച്ചു കഴിഞ്ഞപ്പോൾ മൊത്തം ഓക്കെ ആയി, ഇനി വേണ്ട. 5th ഒരു ഗ്ലാസും കൂടെ തരട്ടേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 ഗ്ലാസ്സിന് മുന്നേ ഈ വെള്ളം ചോദിച്ചപ്പോൾ നമുക്ക് ഭയങ്കര യൂട്ടിലിറ്റി ആയിരുന്നു. അത് ടോട്ടൽ യൂട്ടിലിറ്റി ഒരു 4th ആയപ്പോൾ തന്നെ ഞാൻ ഓക്കെ ആയി. ഇനി 5ാമത്തത് കുടിച്ചാൽ ചിലപ്പോൾ ഓക്കെ ആവും, ഒരു എക്സ്ട്രാ സാറ്റിസ്ഫാക്ഷൻ കിട്ടുമെങ്കിൽ എടുക്കാം, പക്ഷേ ഓക്കെ ആയിരിക്കാം. 6ാമത്തത് 7ാമത്തത് ആകുമ്പോൾ പിന്നെ നമ്മുടെ യൂട്ടിലിറ്റി കുറവ്. നമ്മൾ ഹോട്ടലിൽ പോയി കഴിക്കുന്ന ആലോചിച്ചാൽ മതി, വിശപ്പ് കൊണ്ട് വരും, അവസാനം ആകുമ്പോൾ ഉള്ളതും കൂടെ ഓർഡർ ചെയ്തതും കൂടെ കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി, നമ്മൾക്ക് ഇഷ്ടപ്പെട്ട സാധനം കഴിക്കാൻ പറ്റില്ല, കാരണം നമുക്ക് വേണ്ട. സോ ഓർത്ത് വെച്ചോളൂ, ആദ്യത്തെ ബനാന സാറ്റിസ്ഫാക്ഷൻ, യെസ് ഐ വാസ് ഹംഗ്രി, ഐ എം എൻജോയിങ് ഇറ്റ്, ഓക്കെ, നോട്ട് ബാഡ്, ലിറ്റിൽ ഫുൾ. 4th ബനാന, നോട്ട് റിയലി എൻജോയിങ് ദിസ് മച്ച്. 5th ബനാന, ഇത് പറ്റില്ല, കാരണം ഐ ആം ഫുൾ എന്ന വാക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ ഐ ആം ടോട്ടലി ഫുൾ. അപ്പോൾ ഈ എക്സാമ്പിൾ ഓർത്ത് വെക്കുമ്പോൾ, ആസ് യു കൺസ്യൂം മോർ ആൻഡ് മോർ യൂണിറ്റ്സ് ഓഫ് ദ സെയിം ഗുഡ്, എക്സ്ട്രാ സാറ്റിസ്ഫാക്ഷൻ യു ഗെറ്റ് ഫോർ ഈച്ച് അഡീഷണൽ. ഇത് മാർജിനൽ യൂട്ടിലിറ്റി ആണ്. കൂടുതൽ കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എക്സ്ട്രാ സാറ്റിസ്ഫാക്ഷൻ, പക്ഷേ സാറ്റിസ്ഫാക്ഷൻ ഒരു പോയിന്റ് കഴിയുമ്പോൾ ഉപദ്രവമായി മാറും. അതല്ലോ, അപ്പോൾ സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞ് അവസാനം യൂട്ടിലിറ്റി ഉണ്ട്, ഒന്നുകൂടെ ടോട്ടൽ യൂട്ടിലിറ്റി കിട്ടി, ഓക്കെ, സാറ്റിസ്ഫൈഡ് ആയി. എക്സ്ട്രാ കൂടെ കഴിക്കുമ്പോൾ മാർജിനൽ സാറ്റിസ്ഫാക്ഷൻ ഉള്ള ഒരു മാർജിനൽ യൂട്ടിലിറ്റി ഉണ്ട്. അത് കഴിഞ്ഞത് കുറഞ്ഞു വരുമ്പോൾ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്നുള്ളതും കൂടെ ഓർത്ത് വെക്കുക. ഓക്കെ, സോ ഇത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. എക്കണോമിക്സിൽ വളരെ ബേസിക് ആയിട്ട് പഠിപ്പിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ഇറ്റ്സ് ഗുഡ് ടു നോ ദാറ്റ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ഡിമാൻഡ് കർവ് സ്ലോപ്പ് ഡൗൺവേർഡ്സ്. ഇത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്കൊന്ന് ചുമ്മാ ഒന്ന് കണ്ടു നോക്കാം. ഇവിടെ നമുക്ക് ലോ ഓഫ് ഡിമാൻഡും കൂടെ പഠിക്കാം. കാരണം ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ മാർക്കറ്റിന്റെ കാര്യം ആലോചിച്ചാൽ മതി. മാർക്കറ്റിൽ എപ്പോഴും ഇതല്ലേ, മാർക്കറ്റിൽ എന്താ, വിലയുണ്ട്, വില നിലവാരം, പ്രൈസ് ഉണ്ട്, പിന്നെ ഡിമാൻഡ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇതെല്ലാം ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഡിമാൻഡ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ യു ഹാവ് സപ്ലൈ ഇൻ ദ മാർക്കറ്റ്. ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണല്ലോ നമുക്ക് വരുന്നത്. ഇപ്പൊ നമ്മൾ ഇപ്പൊ എനിക്കൊരു സാധനം വേണം, ഇപ്പൊ നമ്മളൊന്ന് ഓർത്ത് വെച്ചാൽ മതി, എനിക്കൊരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഫോൺ വേണം,
ആ ഫോണിന്റെ വില സാധാരണ ഒരു ഫോൺ വാങ്ങണമെങ്കിൽ ഒരു 50,000 രൂപ കൊടുക്കണം എന്ന് വിചാരിക്കുക. അതേ കാറ്റഗറിയിലുള്ള ഫോൺ ഇപ്പൊ പ്രധാനമായിട്ടും സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ 22,000 രൂപയ്ക്ക് ഈ ഫോൺ കിട്ടുന്നുണ്ട്. പ്രൈസ് താത്തി, ആൾക്കാരെല്ലാം ഭയങ്കര ഡിമാൻഡാണ്. അപ്പൊ ഇതൊന്ന് മനസ്സിലാക്കിയത് 50,000 രൂപയ്ക്ക് വളരെ കുറച്ച് ആൾക്കാർ, വളരെ ഫ്യൂ ആൾക്കാർ മാത്രമേ ഇത് വാങ്ങിയിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ 22,000 രൂപയ്ക്ക് അതേ ഫോൺ വില കുറച്ചപ്പോൾ ഭയങ്കര ഡിമാൻഡ്. സോ പ്രൈസ് ഇത് കുറച്ചു വെച്ചു, പ്രൈസ് കുറഞ്ഞപ്പോൾ ഒടുക്കത്തെ ഡിമാൻഡ്. അപ്പൊ ഈ ഡിമാൻഡ് അനുസരിച്ചിട്ട് ഇപ്പൊ ഇത് സാധാരണഗതിയിൽ ഈ ഫോൺ എന്നൊക്കെ പറയുന്നത് ഒരു 1000 യൂണിറ്റ് ആണ് ഉണ്ടാക്കിയിരുന്നത്. 1000 ഫോണൊക്കെയാണ് ഉണ്ടാക്കിയിരുന്നത്, കുറച്ച് പേരല്ലേ വാങ്ങിക്കുള്ളൂ. പ്രൈസ് 22,000 വെച്ച് കഴിഞ്ഞാൽ 1000 യൂണിറ്റ് ഫോൺ ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. ബിക്കോസ് ഒബ്വിയസ്ലി 22,000 എന്ന് വരുമ്പോൾ 1000 ഫോണല്ല, ഈ ഇതെന്ന് പറയുന്നത് 1000 ചിലപ്പോൾ ഒരു 1,00,000 ഫോണൊക്കെ ഉണ്ടാക്കേണ്ടി വരും. കാരണം അത്രയധികം ആൾക്കാർ ഇത് വാങ്ങാൻ ചാൻസ് ഉണ്ട്. സോ പ്രൈസ് എന്ന് പറയുന്ന, വില എന്ന് പറയുന്ന സാധനം കൂടുകയോ കുറയോ ചെയ്തപ്പോൾ ഇത് വാങ്ങിക്കാനുള്ള ഡിമാൻഡും കൂടുകയോ കുറയോ ഒക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ, വില കുറച്ചപ്പോൾ ഡിമാൻഡ് ഭയങ്കരമായി കയറി. ആ ഫോൺ വാങ്ങിക്കണം എല്ലാവർക്കും. 1000 യൂണിറ്റ് ഉണ്ടാക്കിയിരുന്ന ഫോൺ ഇത്രയും ആൾക്കാർ വാങ്ങിക്കാമെന്ന ആ ഫോൺ അവിടെ ഇല്ലെങ്കിലുള്ള അവസ്ഥ ആലോചിച്ച് നോക്ക്. അപ്പൊ കമ്പനികൾ ഇത് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യണം. സോ സപ്ലൈ കൂട്ടണ്ടേ? സപ്ലൈ കൂട്ടാതെ ഇത് മാച്ച് ചെയ്യില്ലല്ലോ. ഇത് നിങ്ങൾ ഇങ്ങനത്തെ റിലേറ്റ് ചെയ്ത് പഠിക്കാത്തടത്തോളം കാലം നിങ്ങൾക്ക് ഒരിക്കലും ഇത് മനസ്സിലാവാൻ പോകുന്നില്ല. സോ അതുകൊണ്ട് ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഈ മാർക്കറ്റ് ഡിമാൻഡിലും മൈക്രോയിലും ഇങ്ങനത്തെ കാര്യങ്ങളുടെ എഫക്റ്റ് ഭയങ്കര നന്നായി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇത് കോമൺ സെൻസ്. നിങ്ങളൊരു എക്സാമ്പിൾ വെച്ച് മൊബൈൽ ഫോണിന്റെ കാര്യം ആലോചിച്ചാൽ മതി. നിങ്ങൾ പോയി കടയിൽ കണ്ടിട്ടില്ലേ, ഓഫർ എന്നൊക്കെ പറയുമ്പോൾ ആകെ ലിമിറ്റഡ് സ്റ്റോക്ക് എന്നൊക്കെ പറയുമ്പോൾ അത് തീരുവത്. ഓക്കെ, അപ്പൊ ഈ ഗ്രാഫ് മനസ്സിലായിക്കോളൂ. ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണെന്ന് പറയാൻ കാരണം 0 നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്, ക്വാണ്ടിറ്റി ഇവിടെയാണ് കാണിക്കുന്നത്, പ്രൈസ് ഇവിടെ നിന്നാണ് പോകുന്നത്. നമുക്ക് നോക്കാം. 0 പ്രൈസിന്റെ സമയത്ത് പ്രൈസ് കുറവാണെന്ന് വിചാരിക്കുക. ഏതാണ്ട് ഈ ലെവലിൽ 0 to 1 ആണെന്ന് വിചാരിക്കുക. ഭയങ്കര പ്രൈസ് കുറവാണെന്ന് വിചാരിക്കുക. മാക്സിമം ആൾക്കാർ വാങ്ങുന്നുണ്ടോ? ഒരു 6 ആൾക്കാരൊക്കെ ഏകദേശം വളരെ വിലക്കുറവാണെന്ന് വിചാരിക്കുക. വളരെ വിലക്കുറവില് പ്രൈസ് ഒക്കെ 0 to 1 നിൽക്കുമ്പോൾ മാക്സിമം ക്വാണ്ടിറ്റി ഡിമാൻഡൊക്കെ 6 എണ്ണമൊക്കെ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. വിലയില്ല അതിന്, ചീപ്പ് സാധനമല്ലേ. ഇതിന്റെ വില കൂടുന്നുണ്ടോ? 2 ആയപ്പോൾ ഡിമാൻഡും കുറഞ്ഞു, 5 ആയി കുറഞ്ഞു. അതേപോലെ 4 രൂപയായി കഴിഞ്ഞപ്പോൾ ഡിമാൻഡ് പിന്നെയും കുറഞ്ഞു. അപ്പൊ പതുക്കെ 8 രൂപയായി കഴിഞ്ഞപ്പോൾ ഇതിന്റെ ഡിമാൻഡ് 2 ആയി. അതായത് 1 രൂപ അല്ലെങ്കിൽ 0 to 1, 0 എന്ന് പറഞ്ഞൊരു വിലയില്ല, നമുക്ക് 1 രൂപ എന്ന് കാൽക്കുലേറ്റ് ചെയ്യും. ഇവിടെ വേണമെങ്കിൽ 1 രൂപ എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഈ 1 രൂപയ്ക്ക് 1 രൂപയായിരുന്നപ്പോൾ 6 പേര് വാങ്ങിയിരുന്ന സാധനമാണത്. നമ്മൾ അങ്ങനെ വാങ്ങാറുണ്ടല്ലോ. ഉദാഹരണത്തിന് സവാള, ഒണിയൻസിന്റെ എക്സാമ്പിൾ എടുത്താൽ മതി. 1 കിലോ ഒണിയന് ഒരു കിലോ ഒണിയൻ ഇത്ര രൂപയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിന്റെ വില 1 രൂപയ്ക്ക് ഏതാണ്ട് ഇത്രയും കിട്ടുന്നുണ്ട്. 6 കിലോ ഇത് ഇത്രയും കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുക. ഒണിയൻ കിട്ടുന്നുണ്ട്. ഈ ഒണിയന്റെ വില കൂടുതൽ, ഒണിയന്റെ വില കൂടി വരും. അതാ 1 രൂപയെന്ന് മാറി 12 രൂപയായി. 12 രൂപയപ്പോ കണ്ടോ ആൾക്കാര് ഇവിടെ 6 പേരൊക്കെ 6 ക്വാണ്ടിറ്റി ഒക്കെ ഡിമാൻഡ് ചെയ്ത് 5 ഒക്കെ ഡിമാൻഡ് ചെയ്തിരുന്നത് 12 രൂപയായപ്പോ വെറും 0 to 1 എന്ന് പറയുമ്പോൾ ഒന്ന് കണക്കാക്കാം, 1 ഉള്ളൂ ഡിമാൻഡ് വരുന്നത്. അതെന്താന്ന് വെച്ചാൽ വില കൂടുന്തോറും, അത് ഓർത്ത് വെക്കുക, വില കൂടുന്തോറും ഡിമാൻഡ് എന്താണ് കുറഞ്ഞു വരികയാണ്. അപ്പൊ വില കൂടുന്തോറും അങ്ങനെയാണ്. ഇപ്പൊ 1 രൂപയ്ക്ക് കിട്ടി, ഇപ്പൊ നാളെ നിങ്ങൾ ഒരു ബിസ്ക്കറ്റ് 10 രൂപയ്ക്ക് വാങ്ങിച്ചിരുന്ന ഒരു ബിസ്ക്കറ്റ് നാളെ 1000 രൂപയായാൽ നിങ്ങൾ ആ ബിസ്ക്കറ്റ് വാങ്ങില്ല. പക്ഷെ ഇത് അപ്ലൈസ് ടു നോർമൽ. അപ്പൊ ഈ ഡിമാൻഡ് കർവ് ഇസ് ഓൾവേസ് സപ്ലൈ ആൻഡ് പ്രൈസ് ആൻഡ് ഡിമാൻഡ്. വില കൂടുന്ന വെൻ പ്രൈസ് ഇൻക്രീസസ് ഡിമാൻഡ് ഇസ് ഡിക്രീസിങ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവാണ്. പക്ഷെ ഇത് നോർമൽ ഗുഡ്സിനാണ് ഈ കണ്ടീഷൻ ഉള്ളത്. അങ്ങനെ അല്ലാതെ വേറെ കുറച്ച് ഗുഡ്സുകളും ഉണ്ട്, നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ഇന്നത്തെ സെഷനിൽ. കണ്ടില്ല, ഐഫോണിന്റെ എക്സാമ്പിൾ തന്നെ ഞാൻ പറഞ്ഞത് 1,80,000 ആയപ്പോൾ വ്യത്യാസം വന്നതാണ് ഇതിനകത്ത് മെയിൻലി ഞാൻ പറഞ്ഞത്. ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കേണ്ടത്, വാട്ട് ഈസ് ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. അതായത് യൂട്ടിലിറ്റി ബൈ റാങ്കിങ്, നോട്ട് നമ്പേഴ്സ്. ഇൻ റിയൽ ലൈഫ് വി ഡോണ്ട് സേ ദിസ്. എനിക്ക് 50 യൂണിറ്റ്സ് ഓഫ് യൂട്ടിലിറ്റി വേണം, കിട്ടിയെന്ന് നമ്മൾ പറയാറില്ല. അങ്ങനെ നമ്മൾ പറയാറുണ്ടോ? ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്, അതായത് നമ്മൾ അങ്ങനെ പറയാറില്ല. എനിക്ക് ഇന്ന് വൈകുന്നേരം ഒരു സിനിമ കണ്ടപ്പോൾ എനിക്ക് 125 യൂട്ടിലിറ്റി യൂണിറ്റ്സ്, കറണ്ടും വാട്ടൊക്കെ പറഞ്ഞ് എനിക്കൊരു 125 യൂണിറ്റ് സന്തോഷം കിട്ടിയെന്ന് നമ്മൾ പറയില്ല. പക്ഷെ നമ്മൾ റാങ്ക് ചെയ്യും. വി റാങ്ക് അവർ പ്രിഫറൻസ്. ഐ ലൈക്ക് ചോക്ലേറ്റ് ഐസ്ക്രീം മോർ ദാൻ വാനില ഐസ്ക്രീം എന്ന് നമ്മൾ പറയും. ഐ റാങ്ക് ചോക്ലേറ്റ് ഹയർ. കണ്ടോ, ചോക്ലേറ്റ് കുറച്ചുകൂടെ മുകളിലാണ് വാനിലിനെക്കാട്ട് നിർത്തിയിരിക്കുന്നത് ഞാൻ.
അങ്ങനെ നമ്മൾ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് നമ്പേഴ്സിലല്ല, പലപ്പോഴും റാങ്കിങ്ങിൽ പറയാം, അല്ലാതെ ഇത്ര യൂണിറ്റ് സന്തോഷം കിട്ടിയെന്ന് പറയില്ലല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ്, അതാണ് ഓർഡിനൽ യൂട്ടിലിറ്റി റാങ്കിങ്. ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്, അങ്ങനെ ഒരു കർവ് ഉണ്ടെങ്കിൽ എന്താണ് ഇൻഡിഫറൻസ് കർവ്? ഷോസ് ഡിഫറെന്റ് കോമ്പിനേഷൻ ഓഫ് ടു ഗുഡ്സ് ദാറ്റ് ഗിവ്സ് ദ സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതൊരു ഗ്രാഫാണ്, ഒരു ഇറ്റ്സ് എ കർവ്. രണ്ട് ഗുഡ്സ് നമുക്ക് ഒരേപോലെ സന്തോഷം തരുന്ന ഗുഡ്, ബിക്കോസ് കൺസ്യൂമർ ഇസ് ഇൻഡിഫറൻറ്റ് ബിറ്റ്വീൻ ദീസ് കോമ്പിനേഷൻ. ഇത് രണ്ടും എനിക്ക് ഇമ്പോർട്ടൻ്റാണ്, കൂടിയും കുറഞ്ഞു. ഒരു ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ രണ്ട് കോമ്പിനേഷൻ കാണിക്കുന്ന ഒരു കർവ് ആണെന്ന് മനസ്സിലാക്കി വെക്കാം. എനിക്ക് രണ്ടും ഇഷ്ടം. എനിക്ക് ആ രണ്ട്, നമുക്ക് അതിന്റെ എക്സാമ്പിൾസ് നോക്കാം. ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇൻഡിഫറൻസ് കർവില് ലെറ്റ്സ് അനാലിസിസ് ദാറ്റ് കൺസ്യൂമർ ലൈക്ക് ബനാനാസ് ആൻഡ് മാംഗോസ്. എനിക്ക് രണ്ടും ഇഷ്ടം. ഓൺ ദി ഇൻഡിഫറൻസ് കർവ് ഈച്ച് പോയിന്റ് ഷോസ് എ കോമ്പിനേഷൻ വെയർ if they get more bananas they must have given some mangoes to stay equally happy. ഈ സ്റ്റേറ്റ്മെന്റ് കുറച്ച് കൺഫ്യൂസിംഗ് ആണെന്ന് തോന്നും, വായിച്ച ചിലപ്പോൾ ക്ലിക്ക് ആവില്ല. ഇഫ് ദേ ഗെറ്റ് മോർ ബനാനാസ് ദേ മസ്റ്റ് ഗിവ് സം മാംഗോസ് ടു സ്റ്റേ. ഇവിടെ വരുന്ന ഈ ഇൻഡിഫറൻസ് കർവിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് നമുക്ക് ഇതെല്ലാം മനസ്സിലാക്കാൻ. എന്താണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ അഥവാ MRS എന്ന് വിളിക്കുന്നത്? ഇറ്റ് മീൻസ് ഹൗ മച്ച് ഓഫ് വൺ ഗുഡ് എ പേഴ്സൺ ഇസ് വില്ലിംഗ് ടു ഗിവ് അപ്പ് ടു ഗെറ്റ് വൺ മോർ ഓഫ് ദി അതർ ഗുഡ് വിത്തൗട്ട് ലൂസിങ് സാറ്റിസ്ഫാക്ഷൻ. ഇങ്ങനെയൊക്കെ എഴുതി വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് എക്സാമ്പിൾ കണ്ട് തിരിച്ചു വരാം. ഓക്കെ, ഉദാഹരണത്തിന് ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞാൽ ഒരു സെയിം ഹാപ്പിനെസ് ലൈൻ. എനിക്ക് മാംഗോയും ബനാനയും ഇഷ്ടമാണെന്ന് വിചാരിക്കുക. ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുമ്പോൾ സെയിം ഹാപ്പിനെസ് ലെവൽ. എനിക്ക് രണ്ടും ഇഷ്ടമാണ്. ഐ എം ഇൻഡിഫറൻറ്റ് ടുവേർഡ്സ്, എനിക്ക് രണ്ടും. സോ ദേ ഡോണ്ട് മൈൻഡ് സ്വിച്ചിങ് ബിറ്റ്വീൻ ദം ആസ് ലോങ് ആസ് ദ ടോട്ടൽ ഹാപ്പിനെസ് സെയിം. എനിക്ക് എല്ലാം കൂടെ ഇപ്പൊ 5 യൂട്ടിലിറ്റി എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് 5 നമ്മൾ പറയത്തില്ല 5 പ്ലേറ്റ് കഴിച്ചാൽ എനിക്ക് സന്തോഷം വരുള്ളൂ എന്ന് മനസ്സിലാക്കുക. പക്ഷേ 5 പ്ലേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ആ സന്തോഷം എനിക്ക് ഒരു ഗുഡിലല്ല, 2 എണ്ണം ഉണ്ട്. മാംഗോ ഉണ്ട്, ബനാന ഉണ്ട്, അതായത് മൊത്തം. അപ്പൊ ഞാൻ കഴിക്കുകയാണ് 3 മാംഗോയും 2 ബനാന ഈസ് ഈക്വൽ ടു 5. 5 കഴിക്കുന്നത്, 5 യൂണിറ്റാണ് ഞാൻ കഴിക്കുന്നത്. പക്ഷെ യൂണിറ്റ് അല്ല നമ്മൾ പറയുന്നത്, ഇവിടുത്തെ സാറ്റിസ്ഫാക്ഷനും ഹാപ്പിനെസ് ആണ് പറയുന്നത്. 3 മാങ്ങയും 2 ബനാനയും ഞാൻ കഴിച്ചു, ഓക്കെ, ഞാൻ ഹാപ്പിയാണ്. അത് അല്ലെങ്കിൽ 2 മാംഗോവും 3 ബനാനയും കഴിച്ചു, അപ്പോഴും ഇസ് ഈക്വൽ ടു 5 ആണ്, അപ്പോഴും ഓക്കെയാണ്, ഞാൻ ഹാപ്പിയാണ്, വലിയ പ്രശ്നമൊന്നുമില്ല. ഇനി 1 മാംഗോ കഴിച്ചുള്ളൂ, 4 ബനാനയെ കഴിച്ചത്, സ്റ്റിൽ ഹാപ്പി. See, all these combos are on the same indifference curve because the persons feel equally happy with each other. So ഇതിനാണ് വ്യത്യാസം വരുന്നത്. എന്താന്ന് വെച്ചാൽ ഇതിനകത്ത് ആ കോമ്പിനേഷൻ മാറുന്നില്ല, എങ്ങനെ കഴിച്ചാലും. പക്ഷെ മാംഗോ കൂടുകയും കുറയും, ബനാന കൂടുകയും കുറയും ഒക്കെ ചെയ്യാം, പക്ഷെ എൻ്റെ സാറ്റിസ്ഫാക്ഷൻ മാറുന്നില്ല. സോ പ്ലീസ് റിമെമ്പർ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുമ്പോൾ, സോ on the each point shows if they get more bananas they must give up some mangoes to stay equally happy. ഈ സംഭവമാണ് ഞാൻ ഇവിടെ ഗ്രാഫിൽ വരച്ചിരിക്കുന്നത്. ഈ കോമ്പിനേഷനിൽ കഴിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ ഹാപ്പിയാണ് എന്ന് പറയുന്നതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. ഇനി MRS എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് ഹൗ മച്ച് ഓഫ് വൺ ഗുഡ്, സേ മാംഗോസ്, എ പേഴ്സൺ ഇസ് വില്ലിംഗ് ടു ഗിവ് അപ്പ് ടു വൺ മോർ ഓഫ് ദി അതർ ഗുഡ്. മൊത്തം 5 എണ്ണേ പറ്റുള്ളൂ. അപ്പോൾ ഹൗ മച്ച് മാംഗോ, ഇവിടെ ഇപ്പോഴത്തെ കേസിൽ മാംഗോ അല്ലേ കുറയ്ക്കുന്നത്, മാംഗോ കുറച്ച് വരികയാണ്. മാംഗോ 3 ആയിരുന്നു, 2 ആയിരുന്നു, പിന്നെ 1 ആയി. അപ്പൊ ഇതിനകത്ത് പറയുന്ന കോൺസെപ്റ്റ് മനസ്സിലായോ? ഹൗ മച്ച് വൺ ഗുഡ് എ പേഴ്സൺ ഇസ് വില്ലിംഗ് ടു ഗിവ് ടു ഗെറ്റ് അനദർ ഗുഡ് വിത്തൗട്ട് ലൂസിങ് സാറ്റിസ്ഫാക്ഷൻ. അത് കുറയാൻ പറ്റില്ല. എനിക്ക് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഇത് രണ്ടും വേണം. ഈ 5 എന്ന് പറഞ്ഞ കോമ്പിനേഷൻ വേണം. 5 മാംഗോ മാത്രം ആവാൻ പറ്റില്ല, 0 ബനാന ആയാൽ എനിക്ക് പറ്റില്ല. അല്ലെങ്കിൽ 5 ബനാന 0 മാംഗോ ആയാലും പറ്റില്ല, അതും പറ്റില്ല. സോ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഈ മാംഗോ ബനാന കഥ ഓർത്ത് വെച്ചാൽ മതി. ഒന്ന് വേണമെങ്കിൽ മറ്റൊന്ന് വിടണം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് കിട്ടണമെങ്കിൽ മറ്റൊന്ന് വിടണം എന്നാണ് പറയുന്നത്. ഇൻഡിഫറൻസ് കർവ് ഡൗൺവേർഡ്സ് ആണ്, ബിക്കോസ് ഇഫ് യു വാണ്ട് മോർ ഓഫ് വൺ ഗുഡ് യു മസ്റ്റ് സാക്രിഫൈസ് സം ഓഫ് ദി അതർ ഗുഡ്സ്. സോ ഇതും ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവാണ്. ഡിമാൻഡ് കർവ് നമ്മൾ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണെന്ന് പറഞ്ഞു. ഇൻഡിഫറൻസ് കർവും അങ്ങനെ തന്നെയാണ്. ഈ മാംഗോ ബനാന കഥ ഓർത്ത് വെച്ചാൽ മതി. 5 എണ്ണം കിട്ടണം, പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും സാധനം വർക്കൗട്ട് ആണ്, അത്രയും മനസ്സിലാക്കിയാൽ മതി. ഇനി അടുത്ത പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് മോണോട്ടോണിക് പ്രിഫറൻസ്, അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ് റിഗാർഡിംഗ് മോണോട്ടോണിക് പ്രിഫറൻസ്. അപ്പൊ എന്താണ് ഈ മോണോട്ടോണിക് പ്രിഫറൻസ് എന്ന് ചോദിച്ചാലും യു ഷുഡ് ഹാവ് എ വെരി ക്ലിയർ കട്ട് ഐഡിയ. ഇപ്പൊ ഉദാഹരണത്തിന്, ഇഫ് എ പേഴ്സൺ ഹാസ് മോർ ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ഗുഡ് ആൻഡ് നോട്ട് ലെസ് ഓഫ് ദി അതർ, ദേ വിൽ പ്രിഫർ ദാറ്റ് കോമ്പിനേഷൻ. മനസ്സിലായില്ല?
ഈ ബുക്കിൽ എങ്ങനെയാണ് എഴുതി വെക്കുന്നത് നമുക്ക് മനസ്സിലാവില്ല. പീപ്പിൾ പ്രിഫർ മോർ ആസ് ലോങ് ആസ് മോർ ഗിവ്സ് സാറ്റിസ്ഫാക്ഷൻ. മനസ്സിലായില്ല, എനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ നമുക്ക് എക്സാമ്പിൾ വെച്ച് പഠിക്കാം. കാര്യം ഞാൻ മനസ്സിലാക്കി തരാം. മോണോട്ടോണിക് പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. 2 ചോക്ലേറ്റ് ഉണ്ട്, 2 ബിസ്ക്കറ്റും ഉണ്ട്. നിങ്ങൾ ഹാപ്പി ആണല്ലോ? ഹാപ്പിയാണ്. കാരണം എൻ്റെ 2 ഉണ്ട്. മാംഗോ ബനാന പോലെ, ഇൻഡിഫറൻസ് കർവിൽ പോലെ എൻ്റെ കയ്യിൽ ചോക്ലേറ്റും ഉണ്ട്, ബിസ്ക്കറ്റും ഉണ്ട്. ഓക്കെ, ഇനി ഒരാള് ഇതാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പൊ എൻ്റെ സന്തോഷം എന്ന് പറയുന്നത് 2 ചോക്ലേറ്റ്സ്, അതേപോലെ തന്നെ 2B ആണ്, 2 ബിസ്ക്കറ്റ്സ് ആണ്. ഈ വേരിയബിളിൽ കുറഞ്ഞ എനിക്ക് സങ്കടം വരും. ഇത് കുറയാൻ പാടില്ല. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ മോണോട്ടോണിക് പ്രിഫറൻസിൽ എഴുതിയിരിക്കുന്ന പോയിന്റ് മനസ്സിലായിക്കോളൂ. ആസ് ലോങ് ആസ് ഇറ്റ് ഗിവ്സ് മോർ സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ എനിക്ക് 2Cയും 2Bയും ആണുള്ളത്. ഓക്കെ, ഇനി ഒരാൾ വന്നിട്ട് 3 ചോക്ലേറ്റ്സ് ആൻഡ് 2 ബിസ്ക്കറ്റ്സ് തരാന്ന് പറയുമ്പോൾ ഓക്കെ, 3 ചോക്ലേറ്റ്സ് ആൻഡ് 2 ബിസ്ക്കറ്റ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഓക്കെ, ഇത് കുഴപ്പമില്ല. യു ഹാവ് മോർ ചോക്ലേറ്റ്സ്, എനിക്ക് പ്രശ്നമില്ല. കാരണം എന്താന്ന് വെച്ചാൽ എൻ്റെ കയ്യിരുന്ന ചോക്ലേറ്റ് കൂടി, പക്ഷേ ബിസ്ക്കറ്റ് കുറഞ്ഞിട്ടില്ല. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അവിടെ ഇൻഡിഫറൻസ് കർവിൽ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ കണ്ടിരുന്നോ നിങ്ങൾ? ശ്രദ്ധിച്ചോ? ഇപ്പുറത്തെ സൈഡിൽ ഇൻഡിഫറൻസ് കർവിൽ അവിടെ എന്താന്ന് വെച്ചാൽ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷനിൽ 1 കിട്ടാൻ വേണ്ടി ആ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടി 2 ഇഷ്ടമുള്ള സാധനങ്ങൾ, ഇൻഡിഫറൻ്റ് ആയിട്ടുള്ള 2 ഇഷ്ടമുള്ള സാധനത്തിൽ ഏതെങ്കിലും ഒന്ന് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും എന്നുള്ളൊരു കോമ്പിനേഷനാണ് മോണോട്ടോണിക് അവിടെ വന്നിരുന്നത്. ഏതാണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ വന്നു. ഇവിടെ കണ്ടോ, 2 എണ്ണം എനിക്ക് വേണം. എനിക്ക് ചോക്ലേറ്റ് വേണം, ഇത് എൻ്റെ ഓൾറെഡി ഉണ്ട്. 2 ചോക്ലേറ്റ് 2 ബിസ്ക്കറ്റും ഉണ്ട്. ഇതെനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇപ്പുറത്തെ സൈഡിൽ 3 ചോക്ലേറ്റും 2 ബിസ്ക്കറ്റും വന്നപ്പോൾ but the biscuit stay. Of course you choose the second one because you got more, you didn't lose anything. എനിക്കൊന്നും നഷ്ടം വന്നിട്ടില്ല. കാര്യം പിടിയിട്ടെന്ന് വിചാരിക്കുന്നു. ഇതാണ് മോണോട്ടോണിക് പ്രിഫറൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് കോമ്പിനേഷൻ എ, ജ്യൂസ് 1, കേക്ക് 1, സന്തോഷം സ്മൈലി, ചിരിക്കുക. ഇവിടെ ജ്യൂസ് 1ന് 2 വെരി ഹാപ്പി, അടിപൊളി, ദാറ്റ് ഇസ് കൂൾ. കേക്ക് 1 തന്നെയാ, ഞാൻ ഹാപ്പിയാണ്. കോംബോ ബി ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ 1 എൻ്റെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ കോംബോ ബിയിൽ എനിക്ക് 2 ജ്യൂസും 1 ബനാനയുണ്ട്, ഒരു കേക്കും ഉണ്ട്. പക്ഷെ ഇത് 0 ആയിരുന്നെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. പീപ്പിൾ ലൈക്ക് മോർ ആസ് ലോങ് ആസ് ഇറ്റ് ഗിവ്സ് മോർ ഹാപ്പിനെസ് ആൻഡ് നത്തിങ് ഇസ് ലോസ്റ്റ്. ആ ലോസ്റ്റ് ആണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷനിൽ ഏതെങ്കിലും ഒന്ന് പോവും. ഇവിടെ മോണോട്ടോണിക് പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ബേസിക് ലൈൻ സെയിം ആയിരിക്കണം സന്തോഷത്തിൽ. അതിൽ കൂടിയ ഓക്കെയാണ്, കുറയാൻ പാടില്ല ഒന്നും എന്ന് പറയുന്ന ചോയ്സ് ആണ് മോണോട്ടോണിക് പ്രിഫറൻസ് എന്ന് പറയുന്നത്. സോ നാളെ നിങ്ങൾ ഇതിനെക്കുറിച്ചിട്ട് ഇത് യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കറിയില്ല നിങ്ങൾക്കിത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം അറിയണം. ഇനി അടുത്ത പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇൻഫീരിയർ ഗുഡ്സ് ആണ്. വാട്ട് ആർ ദ കോൺസെപ്റ്റ് ഓഫ് ഇൻഫീരിയർ ഗുഡ്സ്? സോ ദേ ആർ തിങ്സ് പീപ്പിൾ ബൈ വെൻ ദേ ഹാവ് ലെസ് മണി. ഇത് ഓർത്ത് വെച്ചാൽ ഇൻഫീരിയർ എന്ന് പറയുമ്പോൾ ദേ ഹാവ് ലെസ്, പൈസ കുറവാണ്. ഇത് ഇൻകം ആണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു പാരാമീറ്റർ. നമ്മുടെ കയ്യിലെ വരുമാനം അനുസരിച്ചിട്ടാണ് ഇൻഫീരിയർ എന്ന കാറ്റഗറി നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്നത്. സോ ഇറ്റ്സ് മോർ ഓൺ ദ ലൈൻ ഓഫ് ഇൻഫീരിയർ. വെൻ പൈസ കുറവുള്ളപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. വെൻ ദേ ഏൺ മോർ ദേ സ്റ്റോപ്പ് ബൈങ് ദീസ്. ഉദാഹരണത്തിന് യു ഹാവ് ലെസ് മണി, പൈസ ഇല്ല, യു ബൈ ചീപ്പ് റൈസ് ഓർ ഇൻസ്റ്റന്റ് നൂഡിൽസ്. ഭക്ഷണം കഴിക്കണ്ടേ, നമ്മുടെ കയ്യിൽ വേണ്ടത്ര പൈസയൊന്നുമില്ല. നമുക്ക് ഈ അവസ്ഥ റിലേറ്റ് ചെയ്യാൻ പറ്റും ഡെഫിനറ്റ്ലി. നമ്മൾ കോളേജും സ്കൂളിലും ഒക്കെ അല്ലെങ്കിൽ പിന്നീട് നമ്മൾ വർക്കിലും ഹോസ്റ്റലൊക്കെ പഠിക്കുമ്പോൾ എല്ലായ്പ്പോഴും എല്ലാ പൈസയും നമുക്ക് ഉണ്ടാവണം നിർബന്ധമില്ല സാധാരണക്കാർക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് റൈസും പൈസ ഇല്ല, പക്ഷെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണം, നമ്മൾ ലെസ് മണി കൊണ്ട് ചീപ്പർ ആയിട്ടുള്ള ഗുഡ്സ് വാങ്ങിച്ച് കഴിക്കും. ഇത് ചീപ്പാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ കുറച്ചുകൂടെ ഈസി പൈസക്ക് കിട്ടുന്ന നമ്മൾ ഇപ്പൊ പലരും ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ എല്ലാവരും മന്തി കഴിക്കുന്നുണ്ടല്ലോ. ലാർജ് ക്വാണ്ടിറ്റി കഴിക്കാൻ വിലയും ഈ ഒരു റാഷണൽ പ്രൈസ് ആണത്. അതേപോലെ നിങ്ങൾക്ക് റൈസും നൂഡിൽസും കഴിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്ക് നല്ല വരുമാനം കിട്ടി, യുവർ ഇൻകം ഗോസ് അപ്പ്, യുവർ ഇൻകം ഇൻക്രീസസ്. അപ്പോൾ നിങ്ങൾ ഇത് കഴിക്കില്ലെന്നല്ല, നമ്മൾ മിൽക്ക്, എഗ്ഗ്, ഫ്രൂട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, കുറച്ചുകൂടെയൊക്കെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള കൂടിയ സാധനങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഇൻഫീരിയർ ഗുഡ് എന്ന് പറയുമ്പോൾ ഡിമാൻഡ് ഗോസ് ഡൗൺ വെൻ ഇൻകം ഗോസ് അപ്പ്. കാരണം അപ്പോൾ ഈ നൂഡിൽസിൻ്റെയും റൈസിൻ്റെയും ഡിമാൻഡ് കുറയും കുറച്ച് കഴിയുമ്പോൾ. ഇത് അങ്ങനെ ഇങ്ങനെയും കുറയില്ല, നിങ്ങളുടെ കയ്യിൽ പൈസ കൂടുന്നതനുസരിച്ച് മാറും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ വരുമാനം, മാസ വരുമാനം 30,000 രൂപയാണ് നിങ്ങളുടെ ശമ്പളം.
ഇത് നിങ്ങളുടെ ചെലവുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് എല്ലാം കൂടെ 15 രൂപയെ കഷ്ടിച്ചുള്ളൂ ചെലവാക്കാൻ, സന്തോഷിച്ചൊന്ന് ചെലവാക്കാൻ. അപ്പൊ നിങ്ങൾ ആ 15 രൂപയ്ക്ക് ചെലവാക്കുന്ന കാര്യങ്ങളെല്ലാം സിമ്പിൾ ആയിരിക്കും. ചെറിയ ടൂറ്, ആഴ്ചയിൽ ഒരു ചെറിയ ഒരു ഔട്ടിങ്, ചെറിയൊരു ഐസ്ക്രീം, അങ്ങനെയൊക്കെ കോസ്റ്റ് കട്ടിങ്ങിന്റെ ഭാഗമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകും. പക്ഷേ ഈ സാലറി നിങ്ങളുടെ മാറി 2 ലക്ഷം രൂപയെ നിങ്ങൾ പുറത്തു പോയി സാലറി കിട്ടും, നിങ്ങൾ പുതിയ ജോലി കിട്ടി. അപ്പോൾ നിങ്ങളുടെ ചെലവുകൾ മാറ്റി വെച്ചിട്ട്, നിങ്ങളുടെ സേവിങ്സ് മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് 1 ലക്ഷം രൂപ മാസം ചെലവാക്കാൻ കിട്ടുന്നുണ്ട്. അപ്പൊ ഡെഫിനറ്റ്ലി നിങ്ങൾ പണ്ട് ഇപ്പൊ നിങ്ങൾ ഔട്ടിങ്ങിനൊന്നും ഇവിടെ ഒന്നും പോകില്ല. നിങ്ങൾ ഔട്ടിങ്ങിന് വേണമെങ്കിൽ മലേഷ്യയിലും സിംഗപ്പൂരൊക്കെ പോയി വരാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒറ്റയ്ക്ക്. അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ ചേഞ്ച് ആണ്. അപ്പോൾ ഇൻഫീരിയർ ഗുഡിന്റെ പ്രൈസ് ഡിമാൻഡ് ഗോസ് ഡൗൺ വെൻ ഇൻകം ഗോസ് അപ്പ്. പൈസ, നമ്മുടെ വരുമാനം കൂടുന്നതനുസരിച്ച് അതിന്റെ ഡിമാൻഡ് കുറയും എന്നുള്ളത് ക്ലിയർ ആണെന്ന് മനസ്സിലാക്കുന്നു. ദാറ്റ് ഈസ് വിത്ത് ഇൻഫീരിയർ ഗുഡ്സ്. ഇനി അടുത്തത് വിത്ത് ഗിഫൻ ഗുഡ്സ്. എന്താണ് ഈ ഗിഫൻ ഗുഡ്സ്? ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്, ചോദിച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ടോപ്പിക് ഒക്കെ പിന്നെയും ത്രസ്റ്റ് ചെയ്ത് പഠിപ്പിക്കുന്നത്. സോ ഹാവ് ഇറ്റ്. ഇതൊരു വിയർഡ് ടൈപ്പ് ഓഫ്, അങ്ങനെ തന്നെ എഴുതുന്നതാണ്, ഇറ്റ്സ് എ വിയർഡ് ടൈപ്പ് ഓഫ് ഗുഡ്. അതെന്താ കാരണം എന്ന് വെച്ചാൽ, വെൻ പ്രൈസ് ഗോസ് അപ്പ്, വില കൂടി, സാധാരണഗതിയിൽ നമ്മളത് വാങ്ങില്ല, ഇനി അത് വാങ്ങുന്നില്ല, പീപ്പിൾ ബൈ മോർ. അതെന്താ അങ്ങനെ? ദാറ്റ് ഈസ് ഓപ്പോസിറ്റ്. നോർമൽ ഗുഡ്സ് അല്ലല്ലോ, ലോ ഓഫ് ഡിമാൻഡ് പോലെ അല്ലല്ലോ. വെൻ പ്രൈസ് ഗോസ് അപ്പ്, ഡിമാൻഡ് കുറയുന്നില്ലല്ലോ, അത് കൂടും, പിന്നെയും കൂടി വരികയാണെന്നാണ് പറയുന്നത്. വെൻ പ്രൈസ് ഗോസ് ഡൗൺ, ഇതെന്താ അങ്ങനെ? അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതാണ് ഗിഫൻ ഗുഡ്. നമുക്കിത് എക്സാമ്പിൾ മനസ്സിലാക്കണമെങ്കിൽ ഒരു കഥ മനസ്സിലാക്കിയാൽ മതി. ഇമാജിൻ എ പുവർ ഫാമിലി ഈറ്റ്സ്. ഒരു പുവർ ഫാമിലി ആണെന്ന് വിചാരിക്കുക, സാധാരണ ഒരു വീട്ടുകാരാണ്. അവർ കൂടുതലും ചപ്പാത്തിയിലാണ് കഴിക്കുന്നത്. അവർ കൂടുതലും കഴിക്കണം, വയറ് നിറയണം എന്ന് മാത്രമേ ഉള്ളൂ. സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ടോട്ടൽ യൂട്ടിലിറ്റി വയറ് നിറയണമെന്ന് മാത്രമേ ഉള്ളൂ. വയറ് എങ്ങനെ നിറയ്ക്കാം, അവിടെയാണ് പോയിന്റ്. ബിക്കോസ് ഇവർ ചപ്പാത്തി ചീപ്പായതുകൊണ്ട് ചപ്പാത്തിയാണ് കൂടുതൽ കഴിക്കുന്നത്. വല്ലപ്പോഴും മാത്രം ഒരു ദാലോ അല്ലെങ്കിൽ ഒരു ചന മസാല, ഒരു വെജിറ്റബിൾ കറി ഇവർ കഴിക്കും. ഇതാണ് ഇവരുടെ നോർമൽ ജീവിതം. ഇത് ഒരു നോർമൽ ജീവിതമാണെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്ത പെട്ടെന്ന് ഇമാജിൻ ചപ്പാത്തി ബിക്കംസ് മോർ എക്സ്പെൻസീവ്. നൗ വീറ്റ് പ്രൈസ് ഗോസ് അപ്പ്. ചപ്പാത്തിയുടെ പ്രൈസ് എക്സ്പെൻസീവ് ആയി, വീറ്റിന്റെ വില കൂടി, ചപ്പാത്തി ബിക്കംസ് വെരി കോസ്റ്റ്ലി. വീറ്റിന്റെ വില കൂടിയുകൊണ്ട് ചപ്പാത്തി കഴിക്കാൻ പറ്റുന്നില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവർ പട്ടിണിയായി പോകും. എന്ത് ചെയ്യും? യു മൈ തിങ്ക് ദേ വിൽ ബൈ ലെസ് ചപ്പാത്തി, റൈറ്റ്? ബട്ട് നോ, അങ്ങനെയല്ല. അവർ ലെസ് ചപ്പാത്തി അല്ല കഴിക്കുന്നത്. അവർ പോറാണ്, ബട്ട് അവരുടെ ടോട്ടൽ ഇൻകം കൂടിയിട്ടൊന്നുമില്ല, ചപ്പാത്തിയുടെ വില കൂടിയുള്ളൂ. അവർ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ, ആ ചോയ്സ് ഓഫ് കോമ്പിനേഷൻസ് കട്ട് ഡൗൺ ചെയ്യും. പണ്ട് ചപ്പാത്തി പ്ലസ് ദാൽ, ഫോർമുല ഇതാണ്, ചപ്പാത്തി പ്ലസ് ദാൽ ഓർ വെജിറ്റബിൾ ആണ്. അവര് ഈ ഇതിനെ കട്ട് ചെയ്യും, ചപ്പാത്തി കീപ്പ് ചെയ്തിട്ട് ദാലും വെജിറ്റബിളും കഴിക്കണ്ടെന്ന് വിചാരിക്കും. സോ they stop buying side dishes and use all their money to buy chapati to fill their stomach. ചപ്പാത്തി മാത്രം കഴിച്ചിരിക്കും. എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. വളരെ ഇതായിട്ടുള്ള പോറായിട്ടുള്ള അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. സോ ചപ്പാത്തിയുടെ പ്രൈസ് കൂടിയാലും അതിന്റെ ഡിമാൻഡ് കുറയുന്നൊന്നുമില്ല, ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ദിസ് ഹാപ്പൻസ് വിത്ത് ഗിഫൻ ഗുഡ്സ്. സോ നോർമൽ രീതിയിൽ കണ്ടോ, പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ ഡിമാൻഡ് കുറയും, ആരും വാങ്ങില്ല. ഇവിടെ ഗിഫൻ ഗുഡിൽ പ്രൈസ് കൂടുന്നുണ്ട്, ഡിമാൻഡും കൂടുന്നുണ്ട്. ഇപ്പൊ ഈ ചപ്പാത്തി, ഈ പാവപ്പെട്ട ഒരു ഫാമിലിയുടെ കഥ ഓർത്ത് വെച്ചാൽ മതി, അവർക്കത് പറ്റില്ല. ഇനി അതേപോലെ തന്നെ ചപ്പാത്തിയുടെ വില കുറഞ്ഞു, നോർമലായി, എന്ത് ചെയ്യും? അവർ ചപ്പാത്തി അപ്പളും വാങ്ങിക്കും, പിന്നെയും ദാലും വെജിറ്റബിൾ കറി അവർ കൊണ്ടുവരും, അവരുടെ ചോയ്സ് കൂട്ടും. പക്ഷെ അവരുടെ സ്റ്റേപ്പിൾ ഫുഡ് മാറ്റില്ല. അപ്പൊ പ്രൈസ് കുറഞ്ഞതുകൊണ്ട് മാത്രം, പ്രൈസ് ഒരുപാട് കൂടിയോണ്ട് മാത്രം ഡിമാൻഡ് താഴണമെന്നില്ല. അങ്ങനത്തെ ഗുഡ്സ് ഗിഫൻ ഗുഡാണ്. അങ്ങനെ ഗുഡ് താഴണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അപ്പൊ അതും വളരെ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഗുഡ് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് ആണ്. ഐദർ ദിസ് ഓർ ദാറ്റ്. ഇപ്പോൾ ദീസ് ഗുഡ്സ് ക്യാൻ റീപ്ലേസ് ഈച്ച് അതർ. പ്രൈസ് ഓഫ് ടീ ഗോസ് അപ്പ്, പീപ്പിൾ മേ ബൈ കോഫി ബിക്കോസ് ദേ സെർവ് ദ സെയിം പർപ്പസ്. കുടിച്ചാൽ പോരെ എന്നുള്ള സംഭവം മാത്രമാണ്. ഇപ്പൊ പെപ്സി ആൻഡ് കോക്ക്. ഇപ്പൊ ഉദാഹരണത്തിന് പെപ്സിയുടെ വില ഇതാണ്. പെപ്സിയുടെ വില 30 രൂപയാണെന്ന് വിചാരിക്കാം. ഓക്കെ, കോക്കിന്റെ വില 30 രൂപയാണ്. അപ്പൊ പെട്ടെന്ന് പെപ്സി കുടിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ എന്തെങ്കിലും കാരണവശാൽ പെപ്സിയുടെ വില 50 രൂപയാക്കി. വേണ്ട, എനിക്ക് പെപ്സി കുടിക്കണം നിർബന്ധമില്ല, ഞാൻ കൊക്കക്കോള കുടിച്ചോളാന്നില്ലേ. എല്ലാം പ്രൈസ് ഒരുമിച്ച് കൂടിയില്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ ടീ വില കൂടി, വേണ്ട, ഞാൻ കോഫി കുടിച്ചോളാം. യു സബ്സ്റ്റിറ്റ്യൂട്ട് വിത്ത് ഈച്ച് അതർ. ഐദർ ദിസ് ഓർ ദാറ്റ് എന്നുള്ളത് ഓർത്ത് വെച്ചാൽ മതി. ഇതാണ് എന്റെ കീവേഡ്. ഐദർ ദിസ് ഓർ ദാറ്റ് എന്നുള്ളത് ഓർത്ത് വെച്ചാൽ ദാറ്റ് ഇസ് എ കീവേഡ് ഹിയർ. And next is complementary goods. This is called use together. These are goods you usually use together. ഇത് നമ്മൾ എപ്പോഴും കണ്ടിട്ടില്ല. ഇഫ് യു ബൈ ബ്രെഡ്, നമ്മൾ ജാമും കൂടെ വാങ്ങിക്കും, കാരണം അത് ഒരുമിച്ച് ഉപയോഗിക്കുന്ന ഫുഡാണ്.
ഇനി ബ്രെഡിന്റെ വില കൂടി എന്ന് വിചാരിച്ചു, ദ പ്രൈസ് ഓഫ് ദ ബ്രെഡ് ഇസ് ഗോയിങ് അപ്പ്. ജാമിന്റെ വില ഇസ് ലീസ്റ്റ് എഫക്റ്റഡ്, ഇറ്റ്സ് നോട്ട് എഫക്റ്റഡ്. പക്ഷേ ബ്രെഡ് വാങ്ങുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ ജാം? ചപ്പാത്തിലൂടെ കഴിക്കാൻ തന്നോട് പറയരുത്. ബ്രെഡിന്റെ കാര്യത്തിൽ ആലോചിക്കുക. ബ്രെഡും ജാമും ഒരുമിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നത്, ബ്രെഡിന്റെ വില കൂടി ഞാൻ ബ്രെഡ് വാങ്ങിക്കുന്നത് നിർത്തി. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും ജാം വാങ്ങിക്കേണ്ട ഒരു കാര്യം എനിക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് വാങ്ങുന്നില്ല, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ വരുന്നതാണ്, ബിക്കോസ് ദേ ഗോ ഹാൻഡ് ഇൻ ഹാൻഡ് ഉള്ളതുകൊണ്ടാണ് കോംപ്ലിമെന്ററി ഗുഡ്സിന്റെ പ്രൈസ് ചേഞ്ച് ഇങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത്. ടീ ആൻഡ് ഷുഗർ, ടീയുടെ വില കൂടി. അപ്പൊ ഞാൻ ചായ കുടിക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷുഗറിന്റെ വില കൂടി, അതുകൊണ്ട് ചായ കുടിക്കണോ വേണ്ടതെന്ന് ഷുഗറിന്റെ വില കൂടി. അപ്പൊ പല കാര്യങ്ങളും നമ്മൾ വേണ്ടെന്ന് വെക്കാം. ഫോൺ ആൻഡ് ചാർജർ, ഇത് നല്ല ക്ലാസിക് എക്സാമ്പിൾ ആണ്. കാർ ആൻഡ് പെട്രോളിനെക്കാട്ടും ഫോൺ ആൻഡ് ചാർജർ, ഫോണിന്റെ വില ഭയങ്കരമായിട്ട് കൂടി. ഞാൻ ഫോൺ വാങ്ങിക്കുന്നില്ല, പിന്നെ എന്തിനാ ഞാൻ ചാർജർ വാങ്ങുന്നത്? ചാർജർ അവിടെ കെട്ടിക്കിടക്കും. കാർ ആൻഡ് പെട്രോൾ പിന്നെയും വേരിയേഷൻസ് വരാം, വേണമെങ്കിൽ എടുത്താൽ മതി, പെട്രോൾ വില കൂടാം. പക്ഷേ ഫോൺ ആൻഡ് ചാർജർ മേക്സ് റിയൽ സെൻസ് എന്നുള്ളത് ഓർത്ത് വെക്കുക. അതാണ് കോംപ്ലിമെന്ററി ഗുഡ്സ്. ആൻഡ് നെക്സ്റ്റ് ഇസ് സംതിങ് കോൾഡ് വെബ്ലൻ എഫക്ട്. ഇത് ഒരു രസകരമായ സംഭവമാണ്. നമ്മുടെ നാട്ടിൽ നമുക്ക് നന്നായി കാണാൻ പറ്റുന്നതാണ്. നമ്മൾ പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡും കൂടും എന്ന് ഗിഫൺ ഗുഡ്സിൽ നമ്മൾ പഠിച്ചു. ഇൻഫീരിയർ ഗുഡ് അല്ല, നമ്മൾ ഇൻഫീരിയർ ഗുഡ് ഇൻകം ബേസ് ചെയ്തിട്ടാണ് ഇതിൽ പഠിച്ചു, ഗിഫൺ ഗുഡിൽ പഠിച്ചു. പക്ഷെ അത് ഒരു സാധാരണ ഫാമിലിയുടെ ലെവലിലാണ് പഠിച്ചത്. ഇവിടെ വേറൊരു കാര്യമുണ്ട്. വെബ്ലൻ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ബെൻസ് കാറിന്റെ വില 1 കോടി രൂപയാണെന്ന് വിചാരിക്കുക. 1 CR ആണ് ഒരു ബെൻസ് കാറിന്റെ വില. ഇതിന്റെ പ്രൈസ് ഇതാണ്, ഡിമാൻഡ് ഉണ്ട്. പെട്ടെന്ന് ഈ 1 CRന്റെ കാറിൽ പ്രത്യേക ന്യൂ ഫീച്ചേഴ്സ് കൊണ്ടുവന്ന് ഈ കാറിന് 2 കോടി വില ഉണ്ടാക്കിയപ്പോൾ ഇതിന്റെ ഡിമാൻഡ് കൂടും. കാരണം പൈസയുള്ള ആൾക്കാർ ഹൈ പ്രൈസസ്, റിച്ച്, പവർഫുൾ, സ്പെഷ്യൽ ആണെന്നൊക്കെ തോന്നുമ്പോൾ ഇത് വില കൂടി. ഇതേപോലെ തന്നെയാണ് ആൽക്കഹോൾ, സ്കോച്ച്, വിസ്കി. സോ എവറിഥിങ് വിച്ച് ഇസ് ഓൾസോ ആൽക്കഹോൾ ആയിട്ട് വരുന്ന സാധനങ്ങളിലും ദർ ഇസ് സംതിങ് കോൾഡ് എ വെബ്ലൻ എഫക്ട്. ഈ വെബ്ലൻ എഫക്ട് നല്ലോണം ഉണ്ട്. നിങ്ങൾക്ക് ഒരുപാട് എക്സാമ്പിൾസ് നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. വില കൂടിയ ആൽക്കഹോളൊക്കെ നമ്മൾ അങ്ങനെയാണ് വാങ്ങിക്കുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇൻ ദിസ് റിഗാർഡ് ഇസ് സ്പെക്യുലേറ്റീവ് എഫക്ട്. നമ്മൾ ഗിഫൺ ഗുഡ് ഒക്കെ നോക്കി, വി ഡിസ്കസ്ഡ് അബൌട്ട് ദ വെബ്ലൻ എഫക്ട്. ആൻഡ് നൗ വാട്ട് ഇസ് സ്പെക്യുലേറ്റീവ് എഫക്ട്? സോ ഇതെന്ന് പറഞ്ഞാൽ പീപ്പിൾ എക്സ്പെക്ട്, സ്പെക്യുലേഷൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? നമ്മളിങ്ങനെ ഊഹിക്കുക. യു സ്പെക്യുലേറ്റ്, ദാറ്റ് സ്പെക്യുലേറ്റീവ് എഫക്ട്. കാരണം ഇപ്പോ പീപ്പിൾ എക്സ്പെക്ട് പ്രൈസസ് ടു റൈസ് ഇൻ ദ ഫ്യൂച്ചർ, സോ ദേ ബൈ മോർ നൗ. ഇപ്പോ എക്സ് എന്ന് പറഞ്ഞൊരു സാധനം, ഇതിന്റെ വില 100 രൂപയാണ്. ഇത് ആക്ച്വലി വളരെ ഹൈയിലാണ് നിൽക്കുന്നത്. സാധാരണ ഇതിന്റെ വില ഒരു 30 രൂപയാണ്. പക്ഷെ ഇതിന്റെ വില 100 രൂപയായി. പക്ഷെ അപ്പോഴും ഞാൻ ഇൻട്രസ്റ്റഡ് ആണ് ഇതിൽ. എന്താ കാര്യം എന്ന് വെച്ചാൽ എനിക്കറിയാം ഒരു 10 വർഷം കഴിയുമ്പോൾ ഈ 100 രൂപ ചിലപ്പോൾ 10 ലക്ഷം ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതെന്റെ കയ്യിൽ വേണ്ടേ? അപ്പൊ ഇത് ഞാൻ ഇപ്പൊ പ്രൈസ് ഹൈ ആയിട്ട് പോലും ഞാനിത് വാങ്ങി വെക്കുകയാണ്. ഓക്കെ, if I don't buy it now, it will be even costlier later. So they buy more even it is expensive. Gold വാങ്ങിക്കുന്നത്, ലാൻഡ് വാങ്ങിക്കുന്നത്. ഇപ്പൊ ലാൻഡിന്റെ വില ഒരു സെന്റിന് 35 ലക്ഷം രൂപ ഉണ്ടെന്ന് വിചാരിക്കുക. സിറ്റി വേർഡ്സിൽ 35 ലക്ഷം രൂപ സെന്റിനുണ്ട്. ഞാനിത് ഇപ്പൊ വാങ്ങിച്ചിടുന്നത് എന്താണെന്ന് വെച്ചാൽ 10 വർഷം കഴിയുമ്പോൾ ഈ 35 സെന്റ് ചിലപ്പോൾ 1.5 കോടി രൂപ, 1 crore ആവാം, അപ്രീസിയേഷൻ നടക്കാം. ഇപ്പൊ വില കൂടുതലാണെങ്കിൽ ഞാനത് വാങ്ങിച്ചു വെക്കും ഫോർ എ ഫ്യൂച്ചർ. അതൊരു സ്പെക്യുലേഷൻ ആണ്. ക്രിപ്റ്റോ ഇൻവെസ്റ്റ്മെന്റ്, ഇപ്പോൾ സ്റ്റോക്ക് ട്രേഡിംഗ്, സ്റ്റോക്ക് മാർക്കറ്റ്, ക്രിപ്റ്റോ ഇൻവെസ്റ്റ്മെന്റ് എല്ലാം ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മൈക്രോയിൽ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. പ്രൊഡക്ഷൻ പോസിബിലിറ്റി, ഇൻഡിഫറൻസ് കർവ്, മോണോട്ടോണിക് പ്രിഫറൻസ്, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഈ സെഷൻ ആയതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടെ വളരെ ഡെപ്തിൽ പഠിപ്പിച്ചത്. ഇനി അടുത്ത സെഷൻ വരുന്ന സമയത്ത് മൈക്രോയുടെ കുറച്ച് കോൺസെപ്റ്റ് കൂടെ ഉണ്ട്. ഇപ്പോൾ വാട്ട് ഈസ് ഒളിഗോപോളി, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മോണോപോളി, അതേപോലെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ, അങ്ങനെ 3-4 കോൺസെപ്റ്റോടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മാക്രോയിലേക്ക് പോവുകയാണ്. സർക്കുലർ ഇൻകം എന്താണ് ലാൻഡ് ലേബർ ഓർഗനൈസേഷൻ, ക്യാപിറ്റൽ, അതേപോലെ ഫാക്ടർ പേയ്മെന്റ്സ് എന്താണ്, പിന്നെ നാഷണൽ ഇൻകം, അങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് അതിന്റെ റിവിഷൻ അങ്ങനെ പോവാം. ഇത് കുറച്ച് ബേസിക് കൊടുക്കണമെന്ന് ഉറപ്പുള്ളത് തന്നെയാണ് ഞാൻ ഈ സെഷൻ ഇച്ചിരി ഇതിങ്ങനെ എടുത്തത്. ഐ ഹോപ്പ് ഇറ്റ് റിയലി ഹെൽപ്പ്. നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഡു കമന്റ് ഇൻ ദ വീഡിയോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ എക്കണോമിയുടെ അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു.